ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു ലോകത്തിന്റെ രാജകുമാരനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരുപാട് മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് കടന്നു പോവുകയും ചെയ്തിരുന്ന ഒരു മഹാനുഭാവനാണ്. അങ്ങനെ ഉള്ള സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു ഒരു വഴിയോരത്തുകൂടെ കടന്നു പോകുമ്പോഴാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട സുഹൃത്തും സംഗതി സഹചാരിയുമായ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നത്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപാട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ജാബിർ, എനിക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹമാണ്, എനിക്ക് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ്, അനുരാഗമാണ്, അനുകമ്പയാണ്. അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് കുറച്ചു നേരം ഒന്ന് ചർച്ചകൾ ചെയ്തിട്ട് സംസാരിച്ചിട്ട് നമുക്കൊന്ന് കടന്നു പോകാം എന്നവിടെന്ന് പറയുന്ന സമയം സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹു ഇവിടെന്ന് പറയാണ്, അല്ലയോ പ്രിയപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ, അൽഹംദുലില്ലാഹ്, നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട തോടനാണ്, കൂട്ടുകാരനാണ്. ഞാനും ഒരുപാട് ദിവസങ്ങളായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളെ വന്ന് കാണാനും നിങ്ങളോടൊപ്പം കുറച്ചു നേരം ഇരിക്കാനും ചർച്ചകൾ ചെയ്യാനും കഥകൾ പറയാനും നിങ്ങളുമൊത്ത് നിന്നുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിനോട് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, രണ്ടുപേരും കൂടെ അവിടുന്ന് അവരുടെ ഇരു കരങ്ങളും കോർത്തു പിടിച്ചു. രണ്ടുപേരും കൂടെ അങ്ങനെ അൽഹംദുലില്ലാഹ് അവർ കടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോ ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിന്റെ പാത്രത്തിന്റെ ഉള്ളിൽ കുറച്ച് ഈത്തപ്പഴവും കുറച്ച് വെള്ളവും ഉണ്ടായിരുന്നു. ആ ഈത്തപ്പഴം ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ജാബിറെ, ഈ വെള്ളം നിങ്ങളൊന്ന് കുടിച്ചോ, ഈ ഈത്തപ്പഴം നിങ്ങളൊന്ന് കഴിച്ചോ, ഇത് മാത്രമാണ് ഈ ഒരു സമയത്ത് എന്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വളരെയേറെ സന്തോഷത്തോടുകൂടി ജാബിർ റളിയല്ലാഹു തആല അൻഹു ആ ഒരു ഈത്തപ്പഴം അങ്ങോട്ട് മേടിക്കുമ്പോ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുകളിലൂടെ കണ്ണുനീര് ധാരധാരയായി കടന്നു വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ നിറയുന്ന കണ്ടപ്പോ ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അല്ലയോ എന്റെ ബഹുമാനപ്പെട്ട സെയ്ദേ, നിങ്ങൾ എന്തിനിങ്ങനെ കരയുന്നത്? ഞാൻ ഒരൽപ്പം കാരയ്ക്ക് തന്നപ്പോ, അല്പം വെള്ളം തന്നപ്പോ അതിനെന്തിനിങ്ങനെ കരയണം? നിങ്ങൾ അതിനെന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? ഈ ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യവും അതുപോലെ അതിന് ഉത്തരവുമായി ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാ, അല്ലയോ പ്രിയപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ, എന്തിനാ നിങ്ങൾ കരഞ്ഞു എന്ന് ചോദിച്ചല്ലോ, എന്തിനാണ് മനസ്സ് വേദനിക്കുന്നു എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ, അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ സ്നേഹത്തെ പഠിപ്പിച്ചതാരാ, ഈ സ്നേഹത്തെ വരച്ചു കാണിച്ചതാരാ, ഈ സ്നേഹത്തിന് നമ്മുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവന്നതാരാ, ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ രാജകുമാര മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. ആ ലോകത്തിന്റെ രാജകുമാരൻ ഇന്നിപ്പോ നമ്മളോടൊപ്പമില്ലല്ലോ, അത് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാ എന്നവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു പോകുമ്പോ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു ലോകത്തിന്റെ രാജകുമാരനെ ഒരുപാട് സ്നേഹിച്ചു പോയ, പ്രേമിച്ചു പോയ, ഇഷ്ടപ്പെട്ടു പോയ ജാബിറിനോട് പറയുന്നു, ജാബിറേ, ആ മുത്തു നബിയെ പറ്റി നീ എന്നോട് പറഞ്ഞതുകൊണ്ട് കുറച്ചു നേരം നമുക്ക് റസൂലുള്ളാഹിനെ പറ്റി തന്നെ പറഞ്ഞൂടെ ജാബിറേ? പടച്ചവനെ, രണ്ടുപേരും കൂടെ ഒരു ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിലിരിക്കുകയാ. രണ്ടുപേരും കൂടെ ഒരു ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിലിരുന്നു വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ചർച്ചകൾ ആരംഭിക്കുകയാ. അവിടെ വെച്ചുകൊണ്ട് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു ലോകത്തിന്റെ രാജകുമാരനെ പറ്റി പറയാതിരുന്നുമ്പോ 4 സ്വഹാബത്ത് കൂടെ കടന്നിരിക്കുകയാ. അൽഹംദുലില്ലാഹ്,
എന്ത് ഭംഗിയുള്ള സദസ്സാണ്. വളരെയേറെ മനോഹരമായിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല പറയാൻ തുടങ്ങി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബാ, ഈ ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുമ്പോ മദീനത്തിന്റെ രാജകുമാർ ഏത് കോണിലാണെങ്കിലും നിങ്ങളെ കണ്ടുകൊണ്ട് സന്തോഷിക്കണോ, നിങ്ങളെ കണ്ടുകൊണ്ട് ചിരിക്കണോ, അതല്ല നിങ്ങളെ കണ്ടുകൊണ്ട് കരയാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നവിടെ നിന്ന് ചോദിക്കുമ്പോ പടച്ചവനെ പ്രിയപ്പെട്ട സ്വഭാവത്തെ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് പറയാ, അല്ലയോ സയ്യിദേ, മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്തെന്നറിയോ? അത് മറ്റൊന്നുമല്ല മദീനത്ത് കിടക്കുന്ന റസൂലുള്ള കരയാൻ പാടില്ലല്ലോ. നമ്മളെ ഓർത്തുകൊണ്ട് വിഷമിക്കുന്നവരവസ്ഥ ഒരിക്കലും മുസ്തഫ നബിയിൽ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ജാബിർ ചോദിക്ക, എന്നാലൊന്ന് പറയാവോ, എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ ആ മദീനത്ത് കിടക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറയുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയാവോ സയ്യിദേ? അള്ളാന്റെ റസൂൽ ചിരിക്കണ കാണാൻ, അള്ളാന്റെ ഹബീബ് ചിരിക്കുന്ന കാണാനാ ഞങ്ങൾക്ക് ആഗ്രഹം. എങ്ങനെയാ? ഇന്നിപ്പോ നമ്മൾ ഈ സ്ഥലത്താ നമ്മൾ ഉള്ളതെങ്കിലും, നമ്മൾ ഇവിടെ ഇരിക്കുന്നതെങ്കിലും നിങ്ങളെ കണ്ടിട്ട് ഹബീബിന് സന്തോഷമുണ്ട് ഇപ്പോൾ. കാരണം എന്താ? മുത്തുനബിന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലാൻ വന്നിരിക്കുന്നവർ ഉറക്കെ ചൊല്ലി മുഹമ്മദ് മുസ്തഫ അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടാൽ മതി, പുണ്യനബിക്ക് ചിരിയാണ്, സന്തോഷമാണ്. ഈ നാട്ടിലുള്ള കുറെ ആളുകൾ ഒരുമിച്ച് കൂടി അവരെന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരെന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ ഒന്നാമത്തെ കാര്യം ഏതാ? ആ സമയത്താണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, പൂമണ്ണമോ പൂർണ്ണനിലാവോ സ്നേഹമതോറും താരക പോവോ ആനന്ദം പൂമലർവാടിയിൽ വന്ന നിലാവാണ് ആരാരും സ്നേഹം ചൊരിഞ്ഞ ആരിലും പൂമണം വീശും ആനന്ദ പൂർണ്ണനിലാവ പൂർണ്ണനിലാവ ആരിലും സ്നേഹം ചൊരിഞ്ഞൊരു പൂവാ ആനന്ദ സാഗരമായൊരു പൂർണ്ണനിലാവാണ്. അല്ലാഹുവേ, സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ, മദീനത്ത് കിടക്കുന്ന ലോകത്തിന്റെ പൂമാനെന്ന് കരയാതിരിക്കണോ, ആ റസൂലുള്ള വന്ന് ചിരിക്കണോ. അത് മാത്രവുമല്ല, പടച്ചവനെ ദുനിയാവിന്റെ പുറത്തൊന്ന് വിട പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, ബാപ്പയെ വിട്ടുപിരിഞ്ഞും മാറെ വിട്ടുപിരിഞ്ഞിട്ട് കൂടപ്പിറപ്പുകളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നിവിടെ പ്രഭാഷണത്തിന്റെ സദസ്സിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട മക്കളോടൊപ്പം മേൽവാസികളോടൊപ്പം ഈ പ്രഭാഷണത്തിന്റെ സദസ്സിലേക്കൊന്ന് കടന്നു വന്നിരുന്നവരെ, ഇവരെയൊക്കെ വിട്ടുപിരിഞ്ഞിട്ട് പോകുന്നൊരു സമയം വരുമല്ലോ, കണ്ണടഞ്ഞു വരികയാണല്ലോ. മലക്കുൽ മൗത്ത് കാലിന്റെ തള്ളവരളിയും റൂഹിനെ പിടിച്ചു വലിക്കുകയാ. പടച്ചവനെ, സഹിക്കുവാനൊന്നും കഴിയൂല. കാലിന്റെ തള്ളവരളിയിൽ മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ചുകൊണ്ട് വലിക്കുന്ന സമയമാണ്. മനുഷ്യൻ അവിടെ കിടന്നിട്ട് വിളിച്ചു പറയാ, വഖീല മൻ റാഖ വമൻ അന്നഹുൽ ഫിറാഖ്.
പടച്ചവനെ മന്ത്രിക്കാൻ അറിയുന്നവരാരാ? അവരൊന്ന് മന്ത്രിക്കാവോ? ഇന്നിവിടെ ഷമീർദാരിയാണ് ലോകത്തോട് ഇവിടെ പറയുന്നതെങ്കിലോ എന്നോടൊപ്പം ഇന്നിവിടെ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കുഞ്ഞാപ്പക്കയാ എന്റേതായിട്ടുള്ള ശരീരത്തിന്റെ ചാരത്തേക്കൊന്ന് വരുന്നതെങ്കിലോ എന്റെ റൂഹെന്താണ് വിളിച്ചു പറയുന്നതെന്നറിയോ? കുഞ്ഞാപ്പക്ക ഒന്ന് മന്ത്രിക്കാവോ? അസ്റായീൽ റൂഹ് എടുക്കുന്ന വേദന വല്ലാത്തതാണ്. സഹിക്കുന്നില്ലല്ലോ, സഹിക്കുന്നില്ല, വേദനപ്പെടുകയാ എന്ന് പറഞ്ഞുകൊണ്ട് റൂഹ് പിടിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങൾക്ക് സാന്ത്വനമാകണോ? വേദന അറിയാതിരിക്കണോ? കണ്ണുനീര് വരാതിരിക്കണോ? അല്ലാഹുവിന്റെ നരകത്തെ കാണാതിരിക്കണോ? നിങ്ങൾക്കറിയാ കൺമുമ്പിൽ വരേണ്ടെന്ന് എന്നറിയോ? ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാരാ മുഹമ്മദുൽ മുസ്തഫ. ഉറക്കെ മുഹമ്മദുൽ മുസ്തഫ. ആ റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ കൺമുമ്പിൽ വരുമ്പോഴാണ് അവിടുന്ന് മലക്കുൽ മൗത്തിന്റെ ആ ഒരു വേദന പോലും നമ്മൾ മറന്നു പോകുന്നത്. അപ്പോഴാ ജാബിർ റളിയല്ലാഹു തആല അൻഹു സയ്യിദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാ, പേടിയാണ് സയ്യിദേ, ഈ ജാബിറിന്റെ മുമ്പില് അല്ലാഹുവിന്റെ റസൂൽ എന്ന് കടന്നു വരുമോ? അതിനുള്ള വല്ല വഴികളുമുണ്ടോ? പ്രിയപ്പെട്ട സയ്യിദേ, സയ്യിദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ബഹുമാനപ്പെട്ട സ്വഹാബ, മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളുടെ കൺമുമ്പിലൊന്ന് കണ്ടുവരണോ? നാളെ ആരടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളില് പാപ്പയില്ലാതെ ഉമ്മയില്ലാതെ സഹോദരങ്ങളില്ലാതെ കൂടപ്പുറപ്പുകളില്ലാതെ ബന്ധുമിത്രാദികളില്ലാതെ സഹപ്രവർത്തകരില്ലാതെ കടന്നു പോകുന്ന ഖബറില്ലേ, ആ ഖബറിന്റെ ഉള്ളില് ലോകത്തിന്റെ രാജകുമാരൻ കടന്നു വരണോ? ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 4 കാര്യങ്ങളാ നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നത്. ആ 4 കാര്യമുണ്ടോ? അൽഹംദുലില്ലാഹ്, മരിക്കുന്ന സമയം മുത്തുനബിയെ കാണാ, ഖബറിന്റെ ഉള്ളിൽ മുത്തുനബിയെ കാണാ, ഹൗദുൽ കൗസർ മുത്തുനബിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കാ. ആ 4 കാര്യം ഇൻഷാ അല്ലാഹ് ഈ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളില് നമ്മളെവിടെ പറഞ്ഞിട്ടാ പിരിയുക. പടച്ചവനെ, നിറഞ്ഞ മനസ്സോടെ ഓടി വന്നവരോട് ആരെയും നീ പാഴാക്കല്ല അല്ലാ. 4 കാര്യം ഇൻഷാ അല്ലാഹ് നമ്മളോട് ചർച്ച ചെയ്യും. ഈ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ ആരംഭിച്ചത് അവിടെ മുതൽ 2 മണിക്കൂർ വിഷയം പറഞ്ഞ് പൂർത്തിയാക്കാതിരിക്കില്ല, വിഷയം പൂർത്തിയാക്കിയിട്ട് പോകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ കബൂലാക്കട്ടെ. അതിനെപ്പറ്റി മനസ്സിലാക്കിയാൽ ആരും എഴുന്നേക്കൂല. ഒരുപാട് കഥകൾ കേട്ടുപോയവരാ നമ്മൾ. പടച്ചവനെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹബത്തിനെ പറ്റി പറഞ്ഞാൽ തന്നെ ഈ ഒരു ദിവസം മുഴുവനും പ്രഭാഷണം നടത്താ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ കയ്യിലുണ്ട്. പക്ഷേ പറയാനുള്ള സമയമില്ലല്ലോ. എന്നാലും 1-2 കഥകൾ മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊക്കെ ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടവരാണ്. ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ ഹബ്ശ, അല്ലാഹുവേ, കബിശയെ പറ്റി കേൾക്കാത്തവരില്ല, കബിശയുടെ കാര്യങ്ങൾ ചിന്തിക്കാത്തവരില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഒരുപാട് ഓർത്തുകൊണ്ട് കരഞ്ഞുപോയ പെണ്ണാ കബിശ. ഉറക്കെ പറഞ്ഞു, ബീവി കബിശ റളിയല്ലാഹു തആല അൻഹാ. സുബ്ഹാനല്ലാഹ്, പണ്ടുള്ള ഉസ്താദുമാരൊക്കെ പ്രഭാഷണങ്ങൾ പറയുമ്പോ കബിശ റളിയല്ലാഹു തആല അൻഹയെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാർ പഠിക്കണം കബിശയെ. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട ഉഹദ്, ആ ഉഹദിന്റെ രണാങ്കണത്തിന് വല്ലാത്ത പ്രയാസങ്ങൾ വന്നല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകള് ലംഘിച്ചതിന്റെ പേരിൽ ഒരുപാട് നട്ടങ്ങൾ വന്നിട്ടുള്ളൊരു യുദ്ധമാണ് ഉഹദ്. അങ്ങനെയുള്ള ഉഹദിന്റെ രണാങ്കണത്തില് ലോകത്തിന്റെ രാജകുമാരനായ നബിയുനാ മുഹമ്മദുൽ മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹീദായെന്ന് കേൾക്കുമ്പോ അവിടുന്ന് കബിഷ ഓടുകയാ. നിങ്ങൾക്കറിയാവുന്ന ചരിത്രമാണ്, അതുകൊണ്ട് ഒരുപാട് വിശദീകരിക്കുന്നില്ല. കബിഷ ഓടുകയാ. പോകുമ്പോഴൊക്കെ ഓരോരുത്തരെ കാണുകയാണ്. ആദ്യം ഒരു സ്വഹാബിയെ കാണുമ്പോൾ ചോദിക്കുകയാണ്, എവിടെ എന്റെ ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, എവിടെയാണ് എന്റെ ഹബീബുള്ളത്? അപ്പോഴ് പറഞ്ഞു, മോളെ നിന്റെ ഭർത്താവ് ഷഹീദായി. ചുരുക്കി പറയട്ടെ, നിന്റെ മകൻ ഷഹീദായി, നിന്റെ പ്രിയപ്പെട്ടവർ ഷഹീദായി, നിന്റെ സഹോദരൻ ഷഹീദായി എന്നവിടെന്ന് പറയുമ്പോഴൊന്നും ഒരു കുലുക്കമില്ലാത്ത കബിഷ അവിടെ വെച്ചുകൊണ്ട് പറയാ, ആര് ഷഹീദായാലും എനിക്ക് പ്രയാസമില്ല, എനിക്ക് നൊമ്പരങ്ങളില്ല, എനിക്ക് കണ്ണുനീരുകളില്ല. എനിക്കറിയേണ്ടുന്നതാരയാ? കരളിന്റെ കരളായ നബിയുന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹീദായോനാണ്. ഇല്ല മോളെ, അല്ലാഹുവിന്റെ റസൂല് അവിടെ ഉണ്ട് പൊന്നു മോളെ എന്ന് പറയുന്ന സമയത്താണ് അവിടെ നിന്ന് കബിഷ ഓടുന്നത്. മുഹമ്മദാ മറച്ചു പിടിച്ചുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു പോവുകയാണ്. ചെന്നിട്ട് പറയാ, നബിയേ, ഭർത്താവ് ഷഹീദായ ഒരു പെണ്ണാണ് നബിയേ, പ്രിയപ്പെട്ട പൊന്നുമോന് ഷഹീദായ ഒരു ഉമ്മയാണ് നബിയേ. ഹബീബേ കഴിഞ്ഞിട്ടില്ല, റസൂലേ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവര് പലരും ഷഹീദായി. അങ്ങനെ ഉള്ള പെണ്ണ ആര് ഷഹീദായാലും എനിക്കവിടന്ന് വേദനകളില്ല, എനിക്ക് നൊമ്പരങ്ങളില്ല, എനിക്ക് കണ്ണുനീരില്ല. എന്റെ മുത്തിനൊന്നും പറ്റിയിട്ടില്ലല്ലോ. അതാണ് എന്റെ മനസ്സിന്റെ സന്തോഷമെന്ന് പറയുമ്പോഴാണ് ഒരു സ്വഹാബി ഓടി വന്നിട്ട് മുത്തുനബിയോട് പറയാ, റസൂലല്ലാഹ്, ഹബീബേ, അവിടത്തോടെ പ്രിയപ്പെട്ട ഹംസ ഷഹീദായി നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനെ താങ്ങായിരുന്ന റസൂലുള്ളാഹിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഹംസ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി എന്നൊരു വാർത്ത കേട്ടപാടെ കരഞ്ഞു പോവുകയോ. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹീദിനെ പറ്റി പറഞ്ഞ അറിയാതെ കണ്ണുകൾ നിറയുള്ളൂ. അമ്പിയ രാജാവിൻ തിരുമൊഴികൾ ലംഘിച്ചാനേ ഉഹദിൽ അമ്പരമോടിയ മക്കികൾ വിജയം വരിച്ചാനേ. ഫാത്തിൻ നബിയുടെ കൽപ്പനക്കെതിരായി നീയതാലേ സഹബർ കരഞ്ഞ് കരഞ്ഞ് കരള് കുതിർന്ന് കണ്ണീരാലേ. വേദന കൊണ്ട് പിളഞ്ഞു മറിഞ്ഞ വേദജ്ഞാനി ആടി വേരുമറിഞ്ഞൊരു വൃക്ഷം പോലെ മാറിന്താനേ. വേദന കൊണ്ട് പിളഞ്ഞു മറിഞ്ഞ വേദജ്ഞാനി ആടി വേരുമറിഞ്ഞൊരു വൃക്ഷം പോലെ മാറിന്താനേ. ഇന്നപ്പോൾ ഒരു കത്തിയെടുത്ത് നെഞ്ചിൽ കേറി ഇരുന്ന ഈറ്റപ്പുലിയുടെ നെഞ്ചും കുടലും കുത്തിക്കീറി. കരളുയെടുത്തു കടിച്ചു പറിച്ച് തുപ്പിത്തള്ളി കൂടൽ മാലയെടുത്തു കഴുത്തിലണിഞ്ഞ് നൃത്തം തുള്ളി. ഇക്കണി കണ്ടവരെല്ലാം പൊട്ടി കരഞ്ഞല്ലോ. കൽപ്പന ധിക്കരിച്ചാലുള്ള നഷ്ടം ലോകം കണ്ടറിഞ്ഞല്ലോ. അതുവരെ കരയാത്ത റസൂലുള്ളാഹി തങ്ങളെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. നബിയേ, ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടൽമാലെടുത്തിട്ട് അവിടുന്ന് കഴുത്തിലണിഞ്ഞിട്ട് നൃത്തം ചവിട്ടി. നബിയേ, കരളെടുത്തിട്ട് കടിച്ചു പറിച്ചിട്ട് തുപ്പിത്തള്ളി. നബിയേ എന്ന് പറയുമ്പോഴാ ലോകത്തിന്റെ രാജകുമാരന്റെ മനസ്സ് വെട്ടുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കവിളിത്തടങ്ങളിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒഴുകി വരുമ്പോ പടച്ചവനേ,
അല്ലാഹുവേ, എവിടെന്നോ ഒരു കരച്ചിൽ കേൾക്കുകയാണ്. ആരാ കരയുന്നത് റബ്ബേ? നോക്കുമ്പോഴാണ് കബീശ റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. സ്വഹാബത്ത് ചോദിച്ചു, അല്ല കബീശ, എന്തിനാണ് മോളെ നീ കരയുന്നത്? ഭർത്താവ് ഷഹീദ എന്ന് പറഞ്ഞിട്ട് കണ്ണുനീര് വരാത്ത, മകൻ ഷഹീദ എന്ന് പറഞ്ഞിട്ട് കണ്ണുനീര് വരാത്ത, പ്രിയപ്പെട്ട ബാപ്പ ഷഹീദ എന്ന് പറഞ്ഞിട്ട് കണ്ണുനീര് വരാത്ത, പിന്നെ അങ്ങനെയുള്ള പൊന്നുമോളല്ലേ നീ? പിന്നെന്തിനോ കബീശ നിന്റെ കണ്ണു നിറയുന്നത്? നിന്റെ കരച്ചിലിന്റെ ശബ്ദമില്ലേ, അത് മുഴങ്ങിയതെന്തിനാണ് കബീശ? അവിടെ വെച്ചുകൊണ്ട് കബീശ റളിയല്ലാഹു അൻഹു പറയാ, പ്രിയപ്പെട്ട സഹാബാ, ആരാ കരയുന്നത്? എന്റെ റസൂലല്ലേ കരയുന്നത്. എന്റെ റസൂലുള്ളാഹിന്റെ കവിൾത്തടത്തിലൂടെ ഒരു തുള്ളി കണ്ണുനീര് വന്നു പോയോ, പിന്നെ കരയാതിരിക്കാൻ എനിക്ക് പറ്റുമോ സഹാബ? എന്റെ റസൂല് വെറുതെ കരഞ്ഞു പോയാൽ അതെനിക്ക് വേദനയാ, നൊമ്പരമാണെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നാ റസൂലുള്ള പറഞ്ഞ ജീവിതം നമ്മളിലുണ്ടോ? ആ ഹബീബിന്റെ വാക്ക് നമ്മളിലുണ്ടോ? ആ റസൂലുള്ളാഹി തങ്ങളെ ജീവിതത്തിലുടനീളം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിലുണ്ടോ ചെറുപ്പക്കാരാ? അതുകൊണ്ടല്ലേ അവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ പറയാ, സഹാബാ, ഒന്നാമത്തെ വേദമെന്നറിയോ? നബിയുനാ മുഹമ്മദുൽ മുസ്തഫ. ഉറക്കെ പറയും, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത പ്രേമാണ്, അടങ്ങാത്ത ഇഷ്ടം. അത് ഈ ഇരിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എന്നോടുള്ള സ്നേഹം ഷമീർ ദാരിമിയാണ് വഅദ് പറയുന്നത് എന്നുള്ളത് കൊണ്ടല്ല. പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? അള്ളാന്റെ ഹബീബിനോടുള്ള മഹബ്ബത്താണ്. ഷമീർ ദാരിമി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിങ്ങൾ വന്നത് ഹബീബിൻ്റെ പേർക്ക് കുറച്ച് സ്വലാത്ത് ചൊല്ലി നാളത്തേക്ക് രക്ഷപ്പെടാനാണ്. അള്ളാഹു ഇവിടെ ഇരിക്കുന്ന ഒരുപാട് വയസ്സായ ഉപ്പമാരുണ്ട്. അള്ളാഹു അവർക്ക് കാഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അള്ളാഹു ക്യാൻസർ പോലത്തെ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരങ്ങളൊക്കെ അള്ളാഹു തല കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സമയം എത്ര പെട്ടെന്നാണ് കടന്നു പോവുക. അതുകൊണ്ട് സ്നേഹം ഒന്ന്, പുണ്യനബിയോടുള്ള അടങ്ങാത്ത പ്രേമം. അള്ളാൻ്റെ ഹബീബിൻ്റെ കണ്ണ് നിറഞ്ഞപ്പോൾ പറ്റൂല, എനിക്കത് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ അവിടെ നിന്ന് കരഞ്ഞു പോയെങ്കിൽ ബഹുമാനപ്പെട്ട ഒരൊറ്റ കഥയും കൂടെ പറയാൻ സമയമില്ല. ബഹുമാനപ്പെട്ട ബീവി ഉമ്മു ഉമാറ, ഇതൊക്കെ പറയും. നിങ്ങളുടെ ആ ഒരു ഇത് കേട്ടാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ബഹുമാനപ്പെട്ട ബീവി ഉമ്മു ഉമാറ, ബീവി ഉമ്മു ഉമാറ റളിയല്ലാഹു തആല അൻഹ മുത്തനബിയോട് വല്ലാത്ത സ്നേഹമുള്ള ആളാണ് അല്ലേ. പരിശുദ്ധമാക്കപ്പെട്ട യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ അതേപോലെ തന്നെ അള്ളാൻ്റെ ഹബീബിനെ അമ്പെയ്യാനായിട്ട് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ ശത്രുക്കളുടെ പക്ഷത്തിൽ അമ്പെയ്ത്തുകാർ നല്ല ഉഷാറുള്ള ആളുകളുണ്ട്. അവരിങ്ങനെ കാത്തിരിക്കുമ്പോൾ ഈ ഉമ്മു ഉമാറ എന്ന് പറയുന്ന മഹദി ആരെന്നറിയോ? അന്ന് യുദ്ധത്തിന് വേണ്ടി പോകുന്നവരുടെ കൂട്ടത്തിൽ 21ഓളം സഹോദരിമാർ സ്ത്രീകൾ ഉണ്ടായിരുന്നവരിൽ അവർക്ക് വേണ്ടി ഭക്ഷണം വെക്കാനും വെള്ളം കൊടുക്കാനും കൂടെ പോയ സ്ത്രീകളിൽപ്പെട്ട ഒരു പെണ്ണാണ് ബഹുമാനപ്പെട്ട ബീവി ഉമ്മു ഉമാറ റളിയല്ലാഹു തആല അൻഹ. ഇങ്ങനെ നോക്കുമ്പം കാണാം പടച്ചവനെ അവിടെ നിന്ന് ഹബീബിനെ അമ്പെയ്യാൻ വേണ്ടി കാത്തിരിക്കാൻ. തിരിഞ്ഞും മറിഞ്ഞും നോക്കിയില്ല. പെങ്ങളെ പഠിക്കുക എന്നും പറഞ്ഞിപ്പോൾ ഞാൻ പറയുന്നില്ല, നിങ്ങളിനി പിന്നെ അമ്പെയ്യാൻ വേണ്ടി പോകണമെന്ന് ഇപ്പം ഞാൻ പറയണില്ല. തിരിഞ്ഞും മറിഞ്ഞു നോക്കിയില്ല. ബീവി ഉമ്മു ഉമാറ റളിയല്ലാഹു തആല അൻഹ എന്താ ചെയ്തതെന്നറിയോ? എൻ്റെ കരളിൻ്റെ കഷണങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമ്മ അവിടുന്നതാ പടച്ചട്ടയെടുക്കുകയാണ്, മുഖം മറക്കുകയോ ഇറങ്ങുകയാണ് ആ യുദ്ധത്തിന്റെ രണാങ്കണത്തില്. പടച്ചവനെ, ആദരവായ നബിയുന, ഉറക്കെ ചൊല്ലണേ ബാപ്പ, ആദരവായ നബിയുന മുഹമ്മദുൽ മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേർക്ക് അവിടുന്ന് ശത്രുക്കൾ അമ്പെയ്യുമ്പോ ആ അമ്പുകളെയെല്ലാം തടുക്കുകയാണ്, അമ്പുകളെയെല്ലാം തടുക്കുകയാ. അപ്പോഴാ ബഹുമാനപ്പെട്ട ബീവി ഉമ്മയുടെ മാറത്തേക്ക് ആ കൂട്ടത്തിൽപ്പെട്ട് ഇബ്നുക്കും എന്ന് പറയുന്ന അമ്പെയ്ത്തുകാർ അമ്പഗോട്ടി അയച്ചു വിടുമ്പോ അല്ലാഹുവേ ഉമ്മമാറ പിടഞ്ഞു വീഴുമ്പോ പ്രിയപ്പെട്ട പുന്നാരമകൻ ഹബീബ് ഓടുകയാണ്, യാ അല്ലാഹ് എന്റെ ഉമ്മയല്ലേ പടച്ചവനെ ഈ കിടന്നുകൊണ്ട് പിടയുന്നത് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പുന്നാരമകനാകുന്ന ഹബീബ് ഓടി വന്നിട്ട് ഉമ്മാനെ വാരിയെടുക്കുമ്പോ അവിടുന്ന് ബഹുമാനപ്പെട്ട ബീവി ഉമ്മമാറ പറയാ, മോനെ ഹബീബേ ഉമ്മാനെ കളയുമോനെ, ഉമ്മയെ നോക്കണ്ട മോനെ, പൊന്നു മോനെ ഹബീബേ ഓടി ചെല്ലുക റസൂലുള്ളാഹിന്റെ സമക്ഷത്തില്. നിന്റെ അസാന്നിധ്യം കാരണത്താ എന്റെ ഹബീബിന് വല്ലതും പറ്റിപ്പോയാ ഉമ്മാക്ക് നിന്നെ ആവശ്യമില്ല മോനെ, ഈ ഉമ്മാന്റെ പൊരുത്തമില്ല മോനെ, അതുകൊണ്ട് മോനെ കടന്നു പോവുക എന്ന് പറഞ്ഞു പോയ മഹതിമാരുണ്ട് എന്റെ പെങ്ങളെ. അതുകൊണ്ട് മനസ്സ് മുഴുവനും കൊടുക്കേണ്ടുന്നത് എവിടെ? മദീനത്തിന്റെ രാജകുമാരാ നബിയുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് കഥകൾ പറയാ എന്റെ മനസ്സിലും വരുകൊള്ളുകയാണ് മുത്തുനബിയെ പറ്റിയിട്ട്. അവരൊക്കെ എത്രയാ സ്നേഹിച്ചത്. ഇതുപോലെ ഇന്നത്തെ പോലെ ഒരുപാട് സമ്പത്തില്ല, ഒരുപാട് ആശ്വാസങ്ങളില്ല, കഴിക്കാൻ വിടുന്ന ഭക്ഷണങ്ങളില്ല, കുടിക്കാൻ വിടുന്ന വെള്ളമില്ല. എന്നിട്ട് പോലും ഒരുപാട് സ്നേഹിച്ചു പോയത് കരളിന്റെ കരളായ നബിയുനാ മുഹമ്മദുൽ മുസ്തഫ. ബഹുമാനപ്പെട്ട തൽഹാ റളിയല്ലാഹു തആല അൻഹു രോഗമായിട്ട് വീട്ടിന്റെ ഉള്ളിൽ കിടക്കുന്നുവെന്നറിയുമ്പോ ലോകത്തിന്റെ മുത്തല്ലേ, കാരുണ്യത്തിന്റെ സത്തല്ലേ, മനസ്സിന്റെ പൊന്നല്ലേ, അവിടുന്നതാ തൽഹാ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുവാനെന്ന് കടന്നു വരികയാ. പടച്ചവനേ, ആ സമയത്ത് തൽഹാ റളിയല്ലാഹു തആല അൻഹു അബോധാവസ്ഥയിലാണ്, ബോധമില്ലാതെ കിടക്കുകയോ. കൂടെ ഉള്ളവരോട് ചോദിച്ചു, തൽഹ എന്താ ചെയ്യുന്നത്? തൽഹ ഉറങ്ങുകയാ. നിങ്ങൾ തൽഹാനെ വിളിക്കണ്ട, നിങ്ങൾ തൽഹാനെ വിളിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിൽക്കുന്നവരോട് പറയാ, ഇന്ന് രാത്രി കഴിഞ്ഞ നാളെ തൽഹയുടെ മയ്യിത്താണ്, തൽഹ ലോകത്തോട് വിട പറയാൻ പോവുകയാ എന്ന് റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞിട്ട് പറയാ, എനിക്ക് തൽഹയോട് വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് തൽഹ ഉണർന്ന ആരെയെങ്കിലും ഒരാളെ വിട്ടിട്ട് എന്നെ അറിയിപ്പിച്ചാ ഞാനൊന്ന് കടന്നു വരാ എന്നവിടെന്ന് പറഞ്ഞു പോകുമ്പോ പടച്ചവനെ ബഹുമാനപ്പെട്ട തൽഹാ റളിയല്ലാഹു അൻഹുവിനെ കാണാതെ അല്ലാഹുവിന്റെ റസൂൽ കടന്നു പോവുകയാ. മുസ്തഫ നബി തങ്ങളെ പോയവർ തൽഹാ റളിയല്ലാഹു തആല അൻഹുക്ക് ബോധം വരികയാണ്. തൽഹാ റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് അവിടെ നിൽക്കുന്നവരോട് പറയാ, അൽഹംദുലില്ലാഹ്, എന്ത് പരിമളമാ, എന്ത് സുഗന്ധമാ, എന്ത് സന്തോഷമാ. അല്ലാഹുവേ പടച്ചവനേ, എന്റെ മുത്തുവിടെ വന്നിട്ടുണ്ടല്ലോ, എന്റെ റസൂലുള്ളാഹിന്റെ സുഗന്ധമല്ലേ ഈ അടിച്ചു വീശുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് സന്തോഷത്തോടെ അബൂതലാബിടുന്ന് സന്തോഷത്തോടെ തൽഹാ റളിയല്ലാഹു അൻഹു കിടക്കുമ്പോ കൂടെയുള്ളവര് പറഞ്ഞു, തൽഹാ നിങ്ങൾ ഉണർന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് ആളവിടാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് തൽഹാ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇല്ല ഇല്ല പറയല്ല, എന്റെ റസൂലുള്ളാഹിന്റെ ചാരത്ത് പോകല്ല. കാരണം എന്തെന്നറിയോ, ഞാൻ നാളെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല,
എന്റെ റസൂലുള്ള ഞാൻ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ എന്റെ മയ്യത്താ കൊണ്ടുപോകുന്നത്. മരിക്കുന്ന സമയം എന്റെ മുത്തിനെ കാണാ എനിക്കാഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആ കരങ്ങളതൊന്ന് വാരിപ്പിടിക്കാ എനിക്കാഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഈ പാതിരാത്രി എന്താണ് എന്റെ റസൂലുള്ള എന്നെ കാണാനെന്ന് കടന്നു വന്നു പോയാൽ ഏതെങ്കിലും ശത്രുക്കൾ ഒളിഞ്ഞിരുന്നിട്ട് എന്റെ മുസ്തഫായ നബിതങ്ങളെ ഉപദ്രവിക്കുകയോ, ആ റസൂലുള്ളാഹിനെ ഉപദ്രവിക്കുമോ? അത് പേടിച്ചിട്ടാ റസൂലുള്ളാഹിനെ അറിയിപ്പിക്കണ്ട എന്നവിടെന്ന് പറഞ്ഞു പോയെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മളെത്രയാ മുത്തിനെ സ്നേഹിച്ചത്, നമ്മളെത്രയാ ഇഷ്ടപ്പെട്ടത്. ആ റസൂലുള്ളാഹിന്റെ ജീവിതമുണ്ടോ, ആ റസൂലുള്ളാഹിന്റെ വാക്കുണ്ടോ, ആ മുത്തിന്റെ പ്രവൃത്തിയുണ്ടോ, ആ ഹബീബിന്റെ റിസാലത്തിന്റെ പൊൻവർണ്ണ ചുണ്ടുകളിയോട് അടർന്നു വീണ മൂല്യമുത്തുകളുണ്ടോ ഇല്ല. പാശ്ചാത്യന്റെ പരിഷ്കാരത്തിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവേ റസൂലുള്ള ഖൽബിന്ന് ഒഴിഞ്ഞു പോയവരല്ലേ. അവരൊക്കെ ഒരുപാട് സ്നേഹിച്ച റസൂലുള്ളാഹിനെ ഇന്ന് ഫുള്ള് പറഞ്ഞാലും ഇന്നും നാളെയും ഷമീർദാരിമി അള്ളാന്റെ ഹബീബിന്റെ മഹബത്ത് പറഞ്ഞാൽ തീരില്ല. അത്രത്തോളം അള്ളാന്റെ ഹബീബിനെ പറ്റി പറയാനുണ്ട്. പടച്ചവനെ, ഈ മുത്തുനബിയെ പറ്റി കേട്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കരളിൻ്റെ കഷണങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എൻ്റെ ഉപ്പമാർ, എൻ്റെ ഉമ്മമാർ, യാ അല്ലാഹ്, ഇതിന് പകരം നമ്മളെ മരിക്കും മുമ്പിട്ട് ഹബീബിൻ്റെ ചാരത്തേക്ക് എത്തിക്കണേ പടച്ചവനെ. ഉറക്കെന്ന് പറയാം, അല്ലാഹു നമ്മളെ ഹബീബിൻ്റെ ചാരത്തേക്ക് എത്തിക്കണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, നിങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് സമയമായി, ഒരുപാട് നേരമായി. ഒരു മിനിറ്റ് ഞാൻ പറയും പോലെ നിങ്ങൾ ചെയ്യണം. രണ്ട് കണ്ണും അടച്ചു പിടിച്ചിട്ട് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ റൗള നമ്മുടെ കണ്ണിൽ, നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ചൊല്ലും പോലെ ചെല്ലുക. എന്തിനെന്നറിയോ? ഒരൊറ്റ ആഗ്രഹം കൂടി മനസ്സിൽ വെക്കണം. പടച്ചവനെ, എത്തിയവർക്ക് ഇനി അവിടെ എത്തണം, മരിക്കും മുമ്പിട്ട് അവിടെ എത്തണമെന്നുള്ളൊരു ചിന്ത. അതുകൊണ്ട് കിട്ടിയ അവസരമൊന്നും പറഞ്ഞിട്ട് മുങ്ങാതെ ഹബീബിനോട് സ്നേഹമുള്ളവരാ. ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേക്കാവും. ഒരു സെക്കൻഡ് ഉപ്പമാരൊക്കെ, ഒരു സെക്കൻഡ്, കുറേ നേരം ആയില്ലേ? ഉറക്കെ കിട്ടിയ അവസരം എന്ന് പറഞ്ഞിട്ട് മുങ്ങല്ല. കറക്റ്റ് 2 മണിക്കൂർ മുൻപ് ഞാൻ നിർത്തും. എല്ലാവരും അള്ളാൻ്റെ ഹബീബ് കണ്ണടച്ച് പിടിച്ച് ഹബീബിനെ മനസ്സിൽ കണ്ട് ചൊല്ലിക്കോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇരുന്നോളി. അല്ലാഹു നമുക്ക് ഹബീബിൻ്റെ ചാരെത്താനുള്ള സൗഭാഗ്യം നീ നൽകണേ പടച്ചവനെ. മനസ്സറിഞ്ഞെന്ന് പറയപ്പമാരെ, അല്ലാഹു ഹബീബിൻ്റെ ചാരെത്താനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ റഹ്മാനെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ സംഘാടകരുടെ കയ്യിൽ ഒരു ബക്കറ്റ് കൊടുത്തു വിടാൻ ഇൻഷാ അല്ലാഹ്. നമ്മുടെ പരിപാടിയുടെ 1ാമത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ആരും ഇരുത്തിയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കില്ല. എൻ്റെ വാദിൻ്റെ സദസ്സിൽ വന്നവർക്കറിയാം, വാദ് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് വിഷയം പറഞ്ഞ് പൂർത്തിയാക്കും, ആരും പാതിച്ചിട്ട് അവസാനിപ്പിക്കില്ല. അതുകൊണ്ട് സംഘാടകർ ഒരു ബക്കറ്റുമായിട്ട് പെട്ടെന്ന് വരണം ഇൻഷാ അല്ലാഹ്. ബക്കറ്റുമായിട്ട് അവർ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളതിൽ നല്ലൊരു സംഖ്യ, ഇന്നത്തെ മനസ്സിൻ്റെ ആഗ്രഹം പടച്ചോനെ, മരിക്കണതിന് മുമ്പ് എൻ്റെ ഹബീബ് രാജകുമാരൻ നബിയുന മുഹമ്മദുൽ മുസ്തഫ ചൊല്ലിക്ക, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ എനിക്ക് എത്തണം, ആ പുണ്യ കഅബ എനിക്കൊന്ന് കാണണം. ആ ഒരു നിയ്യത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇന്നൊരു സംഖ്യ ആ ബക്കറ്റിൽ നിക്ഷേപിക്കണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എവിടെ നാസറൊക്കെ കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്.
അള്ളാഹു തആല കബൂലാക്കുമാറാട്ടെ. പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹു അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അള്ളാഹു. ആരൊക്കെയാണ് അള്ളാഹിൻ്റെ ഹബീബിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ ഈ ബക്കറ്റിൽ കാശ് നിക്ഷേപിക്കുന്നത്, പടച്ചവനെ അവരൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് പുതിയ ബക്കറ്റല്ലേ? എന്താ ഒരു ഉഷാറില്ലാത്ത? നിർത്താറായിക്കണോ? ഇല്ല എന്നുള്ളവരൊന്ന് കൈ വയ്ക്കാൻ നോക്കട്ടെ. നിർത്താറായിട്ടില്ല എന്ന്. അൽഹംദുലില്ലാഹ്. എൻ്റെ വാപ്പമാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കരളിൻ്റെ കഷണങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ അല്ലേ, ഇന്ന് ഒരുപാട് യുവാക്കൾ വേറെ പല കാര്യങ്ങൾക്കും പല പരിപാടികൾക്കും പോകും. പക്ഷെ ഇവിടെ വന്നവർ എന്നെ സ്നേഹിച്ചിട്ടല്ല. കരളിൻ്റെ കരളായ നബിയുനാ മുഹമ്മദുൽ മുസ്തഫ, ഉറക്കെ അസ്സലാത്തും കൊണ്ട് പോരട്ടെ, മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കടന്നു വന്നതാണ്. അതല്ലാതെ ആരും ഈ സദസ്സിലേക്ക് വന്നിട്ടില്ല. മുത്തുനബിയോടുള്ള സ്നേഹം നമ്മുടെ വിഷയം തന്നെ അതാണല്ലോ. നമ്മുടെ വിഷയം തന്നെ അതാ. അപ്പോൾ ഒന്ന്, ലോകത്തിൻ്റെ രാജകുമാരനെ ഇഷ്ടപ്പെടുക. അങ്ങനെ ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ കല്യാണങ്ങളിലെ അനാചാരങ്ങളെ മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയുക. നമ്മൾ നോക്ക്, ഏത് ജില്ലകളിലാണെങ്കിലും എടുത്തു വെച്ച് പരിശോധിച്ചാൽ ഒരുപാട് ആർഭാടങ്ങൾ, ആഭാസരങ്ങൾ, പെൺമക്കളുടെ ഇത് പറയുമ്പോൾ എൻ്റെ ബാപ്പ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നരുത്. ഹബീബിന് ഇഷ്ടം വെച്ചാൽ ആ ഹബീബിൻ്റെ ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വരും. ലോകത്തിൻ്റെ രാജകുമാരൻ്റെ പൊന്നുമോൾ സയ്യിദത്തുൻ നിസാ ബീബി ഫാത്തിമ, ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നിക്കാഹ് അത്ര എത്തിയിട്ടില്ലെങ്കിലും ഒരല്പമെങ്കിലും അതുപോലൊന്ന് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ നമുക്ക് മനസ്സ് വരണോ? കരളിൻ്റെ കരളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇഷ്ടപ്പെടണം. ആ ഒരു ജീവിതവും ഇഷ്ടപ്പെടണം. എൻ്റെ പെങ്ങന്മാർക്ക് ഇൻഷാ അല്ലാഹ്, എൻ്റെ ഉമ്മമാർക്ക് ഇഷ്ടപ്പെടുന്ന 2 കഥകളും എൻ്റെ ഉമ്മമാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ചയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ പെൻഡിങ് ആക്കി ഇങ്ങനെ വെച്ചേക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്ക് അതൊരു സന്തോഷം, അവർക്കതൊരു വിഷമമാവും. ചിലപ്പോൾ അവർക്ക് സന്തോഷമാവും, നിങ്ങൾക്ക് ചിലപ്പോൾ എന്താവും, ദുഃഖമാവും. ഏതായാലും അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പറയാൻ, എൻ്റെ പ്രിയപ്പെട്ട മുത്തുനബി ഉണ്ടോ നമ്മുടെ ഏത് കാര്യവും അൽഹംദുലില്ലാഹ് റാഹത്താൻ. ഈ സദസ്സിൽ നിങ്ങൾ ഇരിക്കുന്നില്ലേ, എന്തുകൊണ്ടാ? ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ട്, മുത്തിനോടുള്ള കാരുണ്യം കൊണ്ട്. എൻ്റെ ഹബീബിനെ പറ്റി കേൾക്കല്ലേ സന്തോഷം അല്ലേ? അത് ഹബീബിനോടുള്ള ഇഷ്ക് കൊണ്ടാണ്. കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിന്റെ ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോ, അല്ലാഹുവേ എൻ്റെ മകളുടെ കല്യാണമെന്ന് കടന്നു വരികയാണല്ലോ പടച്ചവനേ, ഇല്ല എൻ്റെ റസൂലുള്ളാഹി തങ്ങൾ വരച്ചു കാട്ടി ആ ഒരു പാതയിലാണോ? അല്ലാഹുവേ ഇല്ല, ഒരാർഭാടം എൻ്റെ പെണ്ണുമോളെ കല്യാണത്തിലില്ല. എൻ്റെ പ്രിയപ്പെട്ട ചെറുചെറുക്കുള്ള എൻ്റെ കരളിൻ്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് തരാവുന്ന മുഴുവൻ സ്നേഹവും തന്നുകൊണ്ട് പറയാ, ഒരു പക്ഷേ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് നേരം വെളുത്തൊരു കല്യാണത്തിന്റെ വേദിയിൽ പോകും വരെ അല്ലാഹുവേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഒരു പാതയിലൂടെ അല്ലാതെ ഒരു പക്ഷേ നമ്മൾ കടന്നുപോയേക്കാ. പൊന്നുമോനെ, എത്രയോ കല്യാണങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പരിശോധിച്ചു പോയാൽ ഇത് പറയുമ്പോ നിങ്ങളെ കുറ്റം പറയുകയാണെന്ന് ആക്ഷേപിക്കുകയാണെന്ന് മനസ്സുകൊണ്ട് കരുതണ്ട. മരിക്കണ്ടേ ചെറുപ്പക്കാരാ? മരിച്ചു പോകുമ്പോ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുമ്പോ രക്ഷപ്പെടണ്ടേ ചെറുപ്പക്കാരാ? കബറിന്റെ ഉള്ളിലേക്കൊന്നെടുത്ത് വെക്കുമ്പോ രക്ഷപ്പെടണ്ടേ ചെറുപ്പക്കാരാ? ഈ ദുനിയാവിന്റെ പേക്കോത്തിന്റെ പിന്നാമ്പറങ്ങളിലൂടെ കടന്നു പോകുമ്പോഴല്ലാ, എന്റെ കൂട്ടുകാരന്റെ നിക്കാഹായതുകൊണ്ട്, എന്റെ കൂട്ടുകാരന്റെ കല്യാണമായതുകൊണ്ട്, എന്റെ സഹപാഠിയുടെ കല്യാണമായതുകൊണ്ട് അവന് അതാ ഒരു ചെളിപുരന്റെ കാറിന്റെ ഉള്ളിൽ അവനെ കൊണ്ടുപോകാ എന്നുള്ള ഒരു ചിന്തയാണെങ്കിൽ അതിവിടെ വെച്ച് അല്ലാഹുവിന്റെ ഹബീബിനോട് സ്നേഹമുള്ള മോനാണ്. ഇവിടെ വെച്ച് ഇന്നിവിടെ വെച്ച് അതിന് ഇറക്കി വെച്ചിട്ടാ പോകേണ്ടുന്നത്. അല്ലാഹുവേ, ദുനിയാവിന്റെ പുറത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ പുതിയ പെണ്ണിനെയും പുതിയ ആപ്പിളയും JCBയുടെ ഉള്ളില് കൊണ്ടുവരുന്ന നാണം കെട്ട ഒരവസ്ഥയിലേക്ക് മാറുമ്പോ, മോനെ ഇതിനെ പറ്റിയിട്ട് പ്രതികരിക്കാൻ പള്ളിയിലെ ഉസ്താദുമാര് കടന്നു വന്നാൽ പിന്നെ ഉസ്താദുമാര് കൊള്ളാത്തവരായി, ഉസ്താദുമാര് കുറ്റം പറഞ്ഞവരായി, ഉസ്താദുമാർ ആക്ഷേപിക്കുന്നവരായി. എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ, നീ ഈ ചെയ്യുന്ന പ്രവർത്തനം ആർക്ക് വേണ്ടിയാ? നിന്റെ കൂടെ ഉള്ളവർ, കല്യാണത്തിന് വന്നവർ, അവരൊക്കെ ഒന്ന് കണ്ടിട്ട് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ നീ ഇത് ചെയ്യുന്നതെങ്കിലോ? ലാ
തഖുദുഹു സിനത്തും വലാനോ. പടച്ചവനെ, നിന്നെ സദാസമയത്തും നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പടച്ച റബ്ബ് നിന്നെ കാണുകയാ ചെറുപ്പക്കാരാ. അല്ലാഹു എന്ന് വിചാരിച്ചു പോയാൽ എന്റെ പൊന്നുമോനെ, നിനക്ക് ക്യാൻസർ പോലത്തെ ഒരു രോഗം തന്നോ, പിന്നെ എന്താ നിനക്ക് ചെയ്യാൻ പറ്റോ? അതുകൊണ്ട് ഓർക്കണം, എന്റെ റസൂൽ എന്റെ ജീവിതത്തിൽ വേണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാ, നിങ്ങൾ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ, ആ പെൺകുട്ടികളുടെ വീടുകളിലേക്കൊന്ന് കടന്നു പോയിട്ട് ആ പെൺകുട്ടിയുടെ മണിയറയുടെ ഉള്ളില്, ആ പെൺകുട്ടിയുടെ അറയുടെ ഉള്ളില് പല വൃത്തികേടുകളും നമ്മൾ കാട്ടിക്കൂട്ടുമ്പോ, മോനെ എന്തുകൊണ്ടാ നിങ്ങൾ കെട്ടിക്കൊണ്ടുപോയ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ വിവാഹം കഴിച്ചു കൊണ്ടുപോയ ആ പ്രിയപ്പെട്ട പൊന്നുമോളെ ബാപ്പയും ഉമ്മയും ഒന്നും പറയാത്ത എന്നറിയോ? അല്ലാഹുവേ, കടന്നു വന്നതാരോ എന്റെ പ്രിയപ്പെട്ട പുന്നാര മകളെ കെട്ടിപ്പോയവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അതുകൊണ്ട് അവനോട് വല്ലതും പറഞ്ഞ, അവനെ ആക്ഷേപിച്ച, എന്റെ മകളെ കെട്ടിയിട്ടുള്ള ഭർത്താവിന്റെ അതൊരു മോശമാകില്ല അല്ലാ. അതുകൊണ്ടറിയാതെ അവർ പറയാതിരിക്കുകയാ. ഒന്ന് ചിന്തിച്ചൂടെ, നമ്മളെ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് കാശുണ്ടാക്കിയിട്ട് നമ്മൾ നല്ലൊരു വീട് പണിതോ, അല്ലെങ്കിൽ നല്ല സെറ്റപ്പായി വേറെ വല്ലതും ഉണ്ടാക്കി വെച്ചു, ആരെങ്കിലും കടന്നു വന്നിട്ട് അതിനെ നശിപ്പിച്ചു പോയാൽ, എന്റെ ചെറുപ്പക്കാരാ, നിനക്കത് സഹിക്കാൻ പറ്റൂ? ഒരു മകളെ പ്രസവിച്ചു, ആ മകളെ വളർത്തി, ആ മകളെ പൊന്നെ പോലെ കെട്ടിച്ചയക്കുമ്പോ, ആ മകൾ ഇഷ്ടപ്പെടുന്ന കോലത്തില് ഒരു അറയും ഒരു മണിയറയും ബാപ്പയും ഉമ്മയും ഒരുക്കി കൊടുക്കുമ്പോ, പൊന്നുമോനെ, അതിനെ നശിപ്പിക്കാനാ നമ്മൾ കടന്നു വരുന്നതെങ്കിലോ, വല്ലാഹി വല്ലാ, അല്ലാഹു നമ്മളെ വെറുതെ വിടുന്ന ചെറുപ്പക്കാരാ. നിങ്ങളവിടെ കയറി ഓരോ വൃത്തികേടുകൾ കാണിക്കുമ്പോഴും ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ ബാപ്പാന്റെ കൽബാ പൊന്നുമോനെ തകരുന്നത്, ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ ഉമ്മാന്റെ മനസ്സാ തകരുന്നത്. അറിയണോ നിങ്ങൾക്ക്? എന്നാലൊന്ന് മാറിയിരുന്നിട്ട് നിങ്ങൾ ആ മണിയറയിൽ കയറി വൃത്തികേടുകൾ കാണിച്ചിട്ട് ആ പ്രിയപ്പെട്ട വ്യക്തിയോടൊന്ന് സംസാരിച്ചു നോക്ക്. നിങ്ങളെ കടന്നു വന്നപ്പോ എന്തൊരു സന്തോഷമായിരുന്നു സംസാരിക്ക. അത് നശിപ്പിച്ചതിന് ശേഷമാണെങ്കിലോ ആ ബാപ്പാന്റെ മനസ്സ് വേദനിച്ചിട്ടാ പറയുന്നതെങ്കില്, അല്ലാഹു നമ്മളെ വെറുതെ വിടൂലുണ്ട് ചെറുപ്പക്കാരോ. ഇങ്ങനെയുള്ള വൃത്തികേടുകളിൽ നിന്ന് പുതിയ പെണ്ണ് കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ ആ പെണ്ണിനെ കൊണ്ട് തേങ്ങ വെട്ടിക്കാനും തേങ്ങ തിരിപ്പിക്കാനും അല്ലെങ്കിൽ അമ്മിക്കല്ല് കൊടുത്തിട്ട് അരയ്ക്കാനും പറയുന്ന നാണം കെട്ട പ്രവണത എന്റെ പൊന്നു ചെറുപ്പക്കാരോ, എന്റെ കരളിന്റെ വിഷമമുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോ, അത് നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് സ്നേഹമാണ് നമുക്ക് മുത്തുനബിയോടുള്ളത്? പിന്നെ എന്ത് ഇഷ്ടമാണ് എന്റെ ചെറുപ്പക്കാരാ മുത്തുനബിയോടുള്ളത്? അതുകൊണ്ട് ഒരു പെണ്ണിന്റെ ബാപ്പാന്റെ മനസ്സും നിങ്ങൾ തകർക്കണ്ട, ഒരു പെണ്ണിന്റെ ഉമ്മയുടെ മനസ്സിനും കുത്തിനോവിക്കാൻ നമ്മൾ കടന്നു വരണ്ട. ഇത് പറയുമ്പോൾ വെറുപ്പിക്കാനല്ല, വല്ലാഹി വല്ലാ, നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് എന്റെ ചെറുപ്പക്കാരാ പറയുന്നത്. ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നവരാരെന്നറിയോ? ലോകത്തിന്റെ രാജകുമാരാ നബിയനാ മുഹമ്മദുൽ മുസ്തഫ. ഉറക്കെ പറയും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ച എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ, ഞാൻ അതിലേക്കൊന്നുമില്ല, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ, ഒഴിഞ്ഞു മാറും, ഞാൻ വരൂല, എന്നെ കിട്ടൂല, നിങ്ങൾ പൊക്കോളി അല്ലേ? അവരുടെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നവർ, അവരാണ് മുത്തുനബി ഇഷ്ടപ്പെട്ടവർ, അവരാണ് അള്ളാന്റെ ഹബീബിന്റെ പാദങ്ങൾ, അള്ളാന്റെ ഹബീബിന്റെ പാത പിൻപറ്റിയവർ. കുറെ കാര്യങ്ങൾ, വൃത്തികേടുകൾ കല്യാണ വീടുകളിൽ കടന്നു വരുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൽ അള്ളാന്റെ ഹബീബ് അങ്ങനെ ചെയ്യല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വൃത്തികേടുകളിലേക്ക് അള്ളാഹു നമുക്ക് സന്തോഷകരമായി തന്നിട്ടുള്ള ഒരു ജീവിതം, ആ ജീവിതത്തിൽ എന്തിനാ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ പോലും കടന്നു വരാത്ത പേക്കൂത്തുകൾ കൊണ്ടുവരുന്നത്? അങ്ങനെ കൊണ്ടുവരുന്നവർ ഹബീബിനോട് മഹബത്തില്ലാത്തവരെ ഉറപ്പാണത്. മുത്തുനബിയോട് സ്നേഹമുള്ളവർ കൊണ്ടുവരില്ല, ഉറപ്പാണ് കൊണ്ടുവരില്ല. അതുകൊണ്ട് മനസ്സ് കൊടുത്തിട്ട് എൻ്റെ ഹബീബ് ഈ സദസ്സ് പിരിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കരളിൻ്റെ കഷണങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാ, ഇറക്കി വെക്കണം. അറിയാതെ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ, ഇന്ന് ഈ സദസ്സ് പിരിയുമ്പോൾ ഇന്നത്തെ കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു എന്ന് പറയാൻ ആഗ്രഹമുണ്ടാകണം മനസ്സിൽ. എന്നോട് വെറുപ്പല്ല വെക്കേണ്ടുന്നത്, നിങ്ങൾ ഇഷ്ടം വെക്കണം. എന്തിനാ കാര്യം? അള്ളാഹിനെ ഇഷ്ടപ്പെടണം നമുക്ക്. ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ എൻ്റെ പ്രിയപ്പെട്ട ബാപ്പ, അതിന് കൂട്ടു നിൽക്കരുത് നമ്മൾ. അവരിപ്പോൾ
ചെയ്തോട്ടെ, മക്കളല്ലേ ഉസ്താദെ, പാടില്ല. നാളെ പടച്ചോൻ മുമ്പിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഇത് മക്കളല്ലേ എന്ന് പറഞ്ഞ് കൂട്ടിയുന്ന ബാപ്പ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പിടിച്ചു നിർത്തേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവൂലേ? അള്ളാന്റെ ഹബീബിനെ കൊണ്ടുവരിൻ, മനസ്സിൽ ആ മുത്തിൻ്റെ ജീവിതം കൊണ്ടുവരിൻ. അപ്പോഴാണ് നമ്മൾ വിജയിക്കുക, അവിടെയാ നമുക്ക് സന്തോഷം കിട്ടുക, അവിടെയാ നമുക്ക് ആനന്ദം കിട്ടുക. ഇല്ലെങ്കിൽ കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഉറക്കെ ചൊല്ലിക്കോ, കരളിൻ്റെ കരളായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സറിഞ്ഞിട്ട് സ്നേഹിച്ചോളിൻ. നമ്മൾ വിജയിക്കും. ഒന്ന്, മുത്തുനബിയോടുള്ള സ്നേഹം. രണ്ട്, ആ ഹബീബിൻ്റെ രണ്ടാമത്തെ വാക്കിനെ എൻ്റെ ബഹുമാനപ്പെട്ട ജാബിറെ നിങ്ങൾ കൊണ്ടുവരിക. അത് മറ്റൊന്നുമല്ല, അസ്സലാ, അത് നിസ്കാരമാണ്. നമ്മൾ കറക്റ്റായി പറഞ്ഞു പോകും. ഒരുപാട് വിശദീകരിക്കേണ്ട സമയമില്ല. ഒന്നവിടെ നിന്ന് പറഞ്ഞു അള്ളാഹിൻ്റെ ഹബീബിനുള്ള സ്നേഹം. രണ്ട്, നിസ്കാരമാണ്. അത് ഉസ്താദെ, അതിപ്പോൾ എല്ലാവരും വാള് പറയുമ്പോൾ നിസ്കാരത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലേ, പിന്നെ ഇപ്പം എന്തിനാ ഇപ്പം അതിപ്പോൾ നിങ്ങൾ പറയാ? കുറഞ്ഞൊന്ന് പറയാമ്പോൾ ചെറുതായിട്ട് ഒരു വക്കത്തിനെ പറ്റി പറയുന്നുള്ളൂ. എല്ലാം ഒന്നും പറയാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. മുത്തുനബി മദീനയിൽ കിടന്നിട്ട് നമ്മളെ കണ്ട് സന്തോഷിക്കണോ? അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മനസ്സെപ്പോഴാ വേദനിക്കുക? മരിക്കണ സമയത്ത് പോലും പറഞ്ഞില്ലേ? മരിക്കുന്ന സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ഉമ്മത്തി അസ്സലാ, ഉമ്മത്തി നിസ്കാരത്തെ മുടക്കല്ല. വഫാത്തിന്റെ സമയത്ത് പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖൽബിന്റെ മണിമുത്ത് പറഞ്ഞു, ഉമ്മത്തി മറക്കല്ലേ, നിസ്കരിക്കണേ. നാളെ മരിച്ചാലും നമുക്ക് സന്തോഷിക്കണ്ടേ? ഇന്നിപ്പോ നമ്മളത് കേൾക്കാറുണ്ട്, ഇല്ലല്ലോ? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദര, ഒരുപാട് പവറുകളാണ്. അൽഹംദുലില്ലാഹ്, വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തെ സമയം തന്നെ പരിശുദ്ധമായ പരിപാവനമായ പള്ളികളുടെ മിനാരങ്ങളിലൂടെ ബാങ്കിന്റെ ധ്വനിയൊന്ന് മുഴങ്ങി കേൾക്കുമ്പോ അല്ലാഹുവേ, ഓടിപ്പോയി നിസ്കരിക്കാവുന്ന മനസ്സ് കൊടുക്കണം. അല്ലാഹു നമുക്ക് അതിനുള്ള മനസ്സ് തരട്ടെ. ഒക്കെ പറയും, അല്ലാഹു നമുക്ക് അതിനുള്ള മനസ്സ് തരട്ടെ. കാരണം നമുക്ക് അബദ്ധം പറ്റുന്ന ഇബ്ലീസ് ഇങ്ങനെ, എന്തിനാ ചങ്ങായി നീ പോണതാണ് ഇങ്ങനെ പിടിച്ചിരുത്തുക അല്ലേ? എന്തിന്? അള്ളാന്റെ പള്ളി എന്നുള്ള ബാങ്കിനെ പോലും നമ്മൾ ബഹുമാനിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നല്ലേ ഇപ്പൊ നിസ്കാരത്തിന്റെ കഥ. ആ ബാങ്ക് കേട്ടാ പോലും ഉണ്ടല്ലേ? ആ ബാങ്കിന് ഈ ചില ആളുകൾ പറയാം, എന്തെന്നാ ഈ ചങ്ങായി ഇതിപ്പോ ബാങ്കാണ് വിളിക്കണേ, പടച്ചോനെ 50 കൊല്ലായി വന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ ആരും പറഞ്ഞു വിടുന്നില്ലല്ലോ റബ്ബേ. ഇനി എത്ര ശൈലിയില്ലാത്തൊരു ബാങ്ക് വിളിച്ചാലും അതിനെ ബഹുമാനിക്കണം അല്ലേ? മദീനത്തേക്ക് പള്ളിയിലൊക്കെ പോയാൽ എന്ത് രസം അങ്ങനെ കേട്ട് നിൽക്കും. അള്ളാഹു നമുക്ക് കേൾക്കാനുള്ള സൗഭാഗ്യം തരട്ടെ. പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ, മദീനത്തെത്താൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അള്ളാഹ് ഈ കരങ്ങളൊക്കെ, എൻ്റെ ബാപ്പമാർ, എൻ്റെ കരളിൻ്റെ കഷണങ്ങളായ എൻ്റെ ചെറുപ്പക്കാർ, അവർ ഉയർത്തി പടച്ചോനെ ഈ കരങ്ങളെ നാളെ അവിടെ ചെന്നിട്ട് പരിശുദ്ധമാക്കപ്പെട്ട കഅബയിൽ ചെന്ന് കില്ല പിടിച്ച് പൊട്ടിക്കരയാനുള്ള സൗഭാഗ്യം അവർക്കൊക്കെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഉറക്കെ പറഞ്ഞോളി ബാപ്പ, മനസ്സിൽ തട്ടിപ്പറയും. ഇത് സദസ്സ്, സ്വർഗത്തിൻ്റെ സദസ്സ്. മനസ്സിൽ തട്ടിപ്പറയും പടച്ചവനെ, അവിടെ ചെന്ന് മുത്താനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കൊക്കെ രക്ഷപ്പെടല്ലേ? എന്ത് രസം! അങ്ങനെ കേട്ടിങ്ങനെ നിക്കോടെ പോരല്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തൊരു മനോഹരമാണ്! അല്ലാഹുവിടെ ചെന്ന് കേൾക്കാനുള്ള ഭാഗ്യം തരട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, രക്ഷപ്പെടണം. ബാങ്ക് കേട്ടാൽ ഓടി പോണം. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയിൽ ആ ബാങ്കിനെ ബഹുമാനിച്ചുകൊണ്ട് കടന്നുപോയി ഒന്നാമത്തെ വക്കത്തിൽ ഒരാൾ നിസ്കാരത്തിനൊന്ന് കടന്നുപോയാൽ അല്ലാഹുവേ, ഇദാ സല്ലൽ അബ്ദു സ്വലാത ഫീ അവ്വലിൽ വഖതി. അല്ലാഹുവേ, ആരെങ്കിലും ഒരാൾ ആദ്യത്തെ വക്കത്തിൽ തന്നെ ചെന്നുകൊണ്ട് നിസ്കരിച്ചു പോയാൽ സ്വഇദത ഇലസ്സമാ, അവന്റെ നിസ്കാരം ഇങ്ങനെ കടന്നു പോവുകയാണ്. പടച്ചവനെ, ഒന്നാമത്തെ സമയമാണ്, ബാങ്ക് കേട്ടു. ആദ്യ സമയം തന്നെ ഓടിപ്പോവുകയാണ്. അവിടെ പടച്ചവന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ട്. എന്നാ എന്റെ ബാപ്പ, എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾ നിസ്കരിച്ചു പോയി നിസ്കാരം ഒന്ന് കടന്നു പോവുകയാണ്.
ആകാശത്തേക്കൊന്ന് കടന്നു പോവുകയാ, കഴിഞ്ഞിട്ടില്ല. ഫലഹാ നൂർ, ആ നിസ്കാരത്തിന് എത്ര പ്രകാശമാണെന്നറിയോ, എത്ര പ്രകാശമാണെന്നറിയോ. ഏതുവരെ? ഹത്താ തന്തഹിയ ഇലൽ അർശ്, പടച്ചവന്റെ അർശിന്റെ ഭാഗം വരെ എത്തുന്ന സമയം വരെ അതിങ്ങനെ കടന്നു പോവുകയാണ്. എന്നിട്ടോ ഫതസ്തഗ്ഫിറ ലഹാ ലിസ്വാഹിബിഹാ, പടച്ചവനെ ആദ്യവക്കത്തിൽ പോയി നിസ്കരിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട പുന്നാര ബാപ്പ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആദ്യ സമയം നിങ്ങൾ നിസ്കരിച്ചു പോയ നിസ്കാരം ഒന്നാം ആകാശത്തേക്കൊന്ന് കടന്നു പോവുകയാ. എന്ത് പ്രകാശമാണെന്നറിയോ, എത്ര വെളിച്ചമാണെന്നറിയോ. അതാ കടന്നു പോകുന്നതെന്ന് മാത്രമല്ല, ഈ നിസ്കരിച്ചു പോയ പ്രിയപ്പെട്ട ബാപ്പമാർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവേ, ഒന്നാമത്തെ വക്കത്തിൽ നിസ്കരിച്ചു പോയവരാണ്. അവന്റെ കണ്ണുകൊണ്ട് പാപം ചെയ്തല്ലോ, അവന്റെ കാതുകൊണ്ട് പാപം ചെയ്തല്ലോ, നീ പൊറുക്കണേ അല്ലാ. ഫതഖൂലു, ആ നിസ്കാരം വിളിച്ചു പറയാ, ഹഫിളകല്ലാഹ് കമാ ഹഫിൾതനീ, എന്നെ സൂക്ഷിച്ചവരെ, എന്നെ നല്ലതുപോലെ കൊണ്ടുവന്നവരെ, അൽഹംദുലില്ലാഹ്, എന്നെ നിങ്ങൾ സൂക്ഷിച്ചു, അതുകൊണ്ട് പടച്ചവൻ നിങ്ങളെ സൂക്ഷിക്കട്ടെ എന്ന് ഈ നിസ്കാരം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ പിന്നെ ക്യാൻസർ ഇല്ല ബാപ്പ, പിന്നെ അറ്റാക്ക് ഇല്ല ഉമ്മ, പിന്നെ ബ്രെയിൻ ട്യൂമർ ഇല്ല ചെറുപ്പക്കാരാ, പിന്നെ ആക്സിഡന്റ് ഇല്ല കൂട്ടുകാരാ. കാരണം എന്താ? ഈ നിസ്കാരം പറഞ്ഞു പോവുകയാണ്, ഹഫിളകല്ലാഹ് കമാ ഹഫിൾതനീ, എന്നെ നീ സൂക്ഷിച്ചതുപോലെ, എന്നെ സൂക്ഷിച്ചതുപോലെ അല്ലാഹു നിന്നെ സൂക്ഷിക്കട്ടെ എന്നിവിടന്ന് വിളിച്ചു പറയും. മാത്രമല്ല, ഇദാ സല്ലല്ലാഹു സ്വലാത്ത ലിഗൈരി വഖതിഹാ, ഏതെങ്കിലും ഒരു അടിമ പടച്ചവനെ നിസ്കാരത്തിന്റെ ടൈമിനെയും പിന്തിച്ചുകൊണ്ടാണ്, നിസ്കരിച്ചിട്ടില്ല എന്നല്ല, നിസ്കരിച്ചു, പക്ഷേ നിസ്കാരത്തിന്റെ ടൈം അവിടെ നിന്ന് കഴിഞ്ഞുപോയി. എന്നാൽ സഅദത്ത് ഇലസ്സമാ, ഇതാ കടന്നു പോവുകയാണ് വാനലോകത്തേക്ക്. വഅലൈഹാ ലുൽമാ, പടച്ചവനെ നിങ്ങൾ നിസ്കരിച്ചു പോയ ആ നിസ്കാരത്തിന് കൂരിട്ടാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. പടച്ചവനെ അങ്ങോട്ട് കടന്നു പോയാൽ ആ നിസ്കാരം വിളിച്ചു പറയാ, ലയ്യകല്ലാഹു കമാ ലയ്യതനീ, അല്ലാഹുവേ ഇവൻ എന്നെ പാഴാക്കി, പടച്ചവനെ, പടച്ചവനെ ഈ പെണ്ണെന്നെ പാഴാക്കി തമ്പുരാനെ, അതുകൊണ്ട് അല്ലാ, അതുകൊണ്ട് പടച്ചവനെ അല്ലാഹു എന്നെ പാഴാക്കിയതുപോലെ ഇവനെ പാഴാക്കി റബ്ബേ. ആ ഒരൊറ്റ ദുആ മതി എന്ന ചെറുപ്പക്കാരാ. മാരകമായ രോഗം വരുന്നു, പ്രയാസങ്ങൾ വരുന്നു, കടങ്ങൾ വരുന്നു, നൊമ്പരങ്ങൾ വരുന്നു, ബുദ്ധിമുട്ട് വരുന്നു, പ്രയാസങ്ങൾ വരുന്നു. അതുകൊണ്ട് ഞാൻ ആരും നല്ലവരാണെന്നും മോശമാണെന്നും പറയില്ല. ഇന്നിവിടെ വെച്ചുകൊണ്ട് ഉറപ്പിക്കണം, അല്ലാഹുവേ നീ എനിക്ക് ആഫിയത്തിട്ടിരിക്കുന്ന കാലത്തോളം ആദ്യം ബാങ്ക് കേട്ടാ എന്റെ പെങ്ങളെ, എന്ത് ജോലിയാണെങ്കിലും എന്റെ വീട്ടിന്റെ ഉള്ളിൽ ഞാൻ നിസ്കരിക്കുമല്ലോ. അള്ളാഹു ആദ്യം പറഞ്ഞവരിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ, കഴിഞ്ഞില്ലേ. എന്താ പറയാ? ഹഫിളകല്ലാഹു കമാ ഹഫിൾതനി, പടച്ചവനെ അവൻ എന്നെ ബഹുമാനിച്ച് സ്നേഹിച്ച് അള്ളാഹു അവൻ എന്നെ സൂക്ഷിച്ചു, കറക്റ്റായി നിസ്കരിച്ചു റബ്ബേ. ആ പെണ്ണ് എത്ര കല്യാണം ഉണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ബാപ്പ, ഒരു കല്യാണത്തിന്റെ ഒരു ദിവസം വന്നാൽ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ പോയി പരിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിലൂടെ അല്ലാഹു അക്ബർ എന്നുള്ള ബാങ്കിന്റെ പണി എന്റെയും നിങ്ങളുടെയും കർണപുടങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോഴും
പിന്നെയും നമ്മളിരിക്കും. എവിടം വരെ? പുതിയാപ്പിള പോണ സമയം വരെ, അസറിന്റെ സമയം വരെ കാത്തിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉള്ളവരെ സംബന്ധിച്ചാൽ അവിടെ നിന്ന് നിസ്കരിച്ചിട്ടില്ല എന്ന് പറയണില്ല, നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, നിസ്കരിച്ചു. അങ്ങനെ ഉള്ളവരെ പറ്റി ആ നിസ്കാരം തന്നെ പറയാം, പടച്ചവനെ ലയ്യഅക്കല്ലാ, നീ ഇവനെ പാഴാക്കി റബ്ബേ, അവൻ എന്നെ പാഴാക്കി, അവൻ എന്നെ നഷ്ടപ്പെടുത്തി. എൻ്റെ പെങ്ങളെ, അപ്പോഴാ നിങ്ങളുടെ കുടുംബത്തിൽ അള്ളാഹു ദാരിദ്ര്യം തരുന്നത്. ഒരുപക്ഷെ ഭർത്താക്കന്മാര് പള്ളിയിൽ പോയാലും അടുക്കളയിൽ 100 കൂട്ടം ജോലി ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ പുന്നാര ഉമ്മ മുടക്കരുതേ. അങ്ങനെ മുടക്കുമ്പോഴാണ് ഇന്നിപ്പോ ഒരുപാട് പ്രയാസങ്ങൾ ഭർത്താവിന് വരിക. ആ ഭർത്താവിന് പ്രയാസം വരുമ്പോഴാണ് എൻ്റെ പെങ്ങളെ ജീവിതത്തിൽ പല കാര്യങ്ങളും കിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് അള്ളാഹിന്റെ ഹബീബ് നമ്മളെ കണ്ടുകൊണ്ട് ചിരിക്കട്ടെ. അള്ളാഹിന്റെ ഹബീബിന്റെ മനസ്സ് വേദനിക്കും എപ്പോഴെന്നറിയോ? നമ്മൾ നിസ്കരിക്കാതിരിക്കുമ്പോൾ, ആ നിസ്കാരത്തെ മുടക്കുമ്പോൾ, ആ നിസ്കാരത്തെ പാഴാക്കുമ്പോൾ. സ്വഹാബത്ത് ഓടും പള്ളിയിൽ നിന്ന്. ബിലാലിന്റെ ബാങ്ക് ഇങ്ങനെ കേട്ടാൽ, അതിന് മുമ്പിട്ട് ഓടാറുണ്ട് സ്വഹാബത്ത്. ബിലാലിനെ ഇങ്ങനെ കേട്ടാൽ ഓടും. അള്ളാഹുവേ, നമുക്ക് ആ മഹ്ശറിൽ പുണ്യ ബിലാലിനെ കാണിച്ചു തരണേ പടച്ചോനെ. ബിലാലെ ഒന്ന് വിളിക്കിൻ, നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കണം. പുണ്യ നബി ലോകത്തോട് വിട പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ പോവല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് സ്വഹാബത്ത്. പടച്ചോനെ, ഞങ്ങൾക്ക് അവിടേക്ക് എത്താനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. ഞാൻ എന്തിനെന്നറിയോ ഈ ഇങ്ങനത്തെ സദസ്സുകളിൽ ഒരുപാട് ഇങ്ങനെ തന്നെ ദുആ ചെയ്യുന്നത്? വാല് കഴിഞ്ഞിറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ പല ഉപ്പമാർ, അതിലുപരി എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കരളിൻ്റെ കഷണങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഉസ്താദ്, മദീനയിൽ എനിക്കൊന്ന് പോകണം, ഒന്ന് ദുആ ചെയ്യണം. അങ്ങനെ ആഗ്രഹമില്ലാത്തവരാരുമില്ല. അങ്ങനെ ഉള്ളവരായിരിക്കുന്നവർ മനസ്സിൽ തട്ടിപ്പറഞ്ഞ പടച്ചോനെ ഞങ്ങളവിടെ എത്തിക്കണേ റഹ്മാനെ, ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ. അതുകൊണ്ട് നിസ്കാരത്തെ സൂക്ഷിക്കുക, നിസ്കാരത്തെ സൂക്ഷിക്കുക. ഒന്ന്, ഞാൻ ആവർത്തിച്ചു പറയുന്നത് ആവർത്തന വിരക്തി ഉണ്ട് എന്ന് പറയാനല്ല, മനസ്സിലാക്കാൻ. ഒന്ന്, ഹബീബിനെ സ്നേഹിക്കുക. 2, നമ്മുടെ നിസ്കാരത്തെ കണ്ടുവരിക. എന്നാൽ ഹബീബിൻ്റെ സന്തോഷം അതിനെ മുടക്കിയാൽ ഹബീബിൻ്റെ ദുഃഖം കണ്ണീരാൻ. ഇനി എൻ്റെ പെങ്ങളെ, നിങ്ങളെ കണ്ടിട്ട്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ കണ്ട് അള്ളാഹിൻ്റെ ഹബീബ് സന്തോഷിക്കണോ? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള ആ ഒരു ജീവിതത്തിലാണ് സന്തോഷിക്കേണ്ടത് എന്നിവിടെ നിന്ന് പഠിപ്പിച്ചതാരാ? നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വഹാബിമാരുടെ ഭാര്യമാരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നൊരു സമയമുണ്ട്. എപ്പോഴെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ പൊരുത്തത്തിൽ കഴിയുമ്പോഴാണ്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ പൊരുത്തത്തിൽ കഴിയുമ്പോഴാണ് എനിക്കവിടെ സന്തോഷത്തോടെ കടന്നു വരുന്നത്. ഇവിടെ ഇനി കുടുംബജീവിതം വിഷയം പറയുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പറയുന്നുണ്ടോ കുടുംബജീവിതം വിഷയം പറയേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അല്ലേ? നമ്മൾ പറയാനുള്ള ഒരു വിഷയം പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് വളരെ ചുരുങ്ങി ഇൻഷാ അല്ലാഹ്. ഇപ്പം എത്രയായി സമയം? 10:30 ആയിരിക്കുന്നു ഏകദേശം. ഇൻഷാ അല്ലാഹ് ഒരു 11:10 ആകുമ്പോൾ നിർത്തും. കറക്റ്റ് 2 മണിക്കൂർ നമ്മൾ നിർത്തും ഇൻഷാ അല്ലാഹ്. അള്ളാഹു പിന്നെ അതുവരെ ഞാൻ എൻ്റെ സമയം എടുക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വീണ്ടും പറയാം. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഇനി കൂടിപ്പോയ ഒരു 1/2 മണിക്കൂർ നിങ്ങൾ ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ് ഇരിക്കാന്നുള്ളവർക്ക് ഒന്ന് കൈവയ്ക്കും നോക്കട്ടെ. അൽഹംദുലില്ലാഹ്, എനിക്ക് വല്ലാതെ ഇഷ്ടമായിട്ടാ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഒന്നും വേണ്ട, നിങ്ങൾ ഈ ഒരു ഇരുത്തുണ്ടല്ലോ, ദാരിമി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഈ ഒരു ഇരുത്തം മതി. എനിക്കത് ഏറ്റവും വലിയ സന്തോഷം. ഇൻഷാ അല്ലാഹ് എല്ലാ സദസ്സിലും ഇൻഷാ അല്ലാഹ് നാളെ പട്ടാമ്പി കൊപ്പം ആ ഒരു ഭാഗത്താണ്. നിങ്ങൾക്ക് അവിടെയും ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. ഓരോ സദസ്സ് പിരിയുമ്പോഴും ആ സദസ്സിന് വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യാറുണ്ട്. അള്ളാഹു നമ്മുടെ ഈ കൂടിച്ചേരൽ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗീയ ലോകത്തിലേക്ക് എത്തിക്കട്ടെ. അള്ളാഹിൻ്റെ സ്വർഗീയ ലോകത്തിലേക്ക് എത്തിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പറയാൻ എനിക്കുള്ള പേര് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും എന്നാണ്. എന്തിനാ കാരണം? അള്ളാഹിൻ്റെ സ്വർഗത്തിൽ വരെ ഈ നാട്ടിൽ എത്ര ആളുകളുണ്ട് വഴിയോരത്ത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിരിക്കുന്നത്. അവർ കിട്ടാത്തൊരു ഭാഗ്യമാണ്. നിങ്ങൾ ഇതിൻ്റെ പ്രതിഫലം അറിഞ്ഞാൽ, അള്ളാഹിൻ്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇതിൻ്റെ പ്രതിഫലം, ദീനിൻ്റെ സദസ്സിൽ ഇരിക്കുന്നതിൻ്റെ പ്രതിഫലം ഒരാൾ അറിഞ്ഞാൽ അവൻ വിചാരിക്കും കലാകാലം ഇതിങ്ങനെ തന്നെ തുടർന്നു പോകട്ടെ എന്നാണ്. അല്ലേ? അത്രത്തോളം മഹത്വമുണ്ട് ഇതിന്, വിശദീകരിക്കുന്നില്ല. അള്ളാഹു നമുക്ക് സന്തോഷത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകാനുള്ള സൗഭാഗ്യം തരട്ടെ. അപ്പോൾ നിസ്കാരത്തെ മുറുകെ പിടിച്ച് വളരെ കറക്റ്റായിട്ട് കൊണ്ടുവരിക. പിന്നീട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ അവിടെ നിന്ന് ഇനി എനിക്ക് എൻ്റെ ഉമ്മമാരോടാണ് 1/2 മണിക്കൂർ ചർച്ച ചെയ്യാൻ. എൻ്റെ വാപ്പമാർ എന്നോടൊപ്പം സഹകരിക്കാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഭർത്താവിൻ്റെ പൊരുത്തം അത് ഒന്ന് തൻ്റെ ഭർത്താവിൻ്റെ ഒള്ളായ്മയിലും ഇല്ലായ്മയിലും ഒരു പെണ്ണ് സന്തോഷിക്കണം എന്ന് പറയുമ്പോൾ, ഈ ഇരിക്കണ എൻ്റെ പ്രിയപ്പെട്ട ബാപ്പമാർ, എൻ്റെ യുവാക്കൾ, അവർ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ കിട്ടുന്ന എത്രയാ? ആകപ്പാടെ 500 രൂപ. ഒന്ന് ചെറിയ ഒരു ഉദാഹരണം, 500 രൂപ. ഈ 500 രൂപയാണ് അവർക്ക് കിട്ടുന്നതെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മുടെ ചെലവ് 550 രൂപ ആകാൻ പാടില്ല എന്നാണ് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ വാക്ക്. 500 രൂപയാണ് തൻ്റെ ഭർത്താവിന് കിട്ടുന്നതെങ്കിൽ
അതിൻ്റെ ഉള്ളിൽ കഴിയണം നിങ്ങളുടെ ചിലവുകൾ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബജീവിതം പറയുന്നില്ലല്ലോ സാറേ, ഉണ്ടോ? ഇവരൊക്കെ എൻ്റെ കൂടെ വന്നാലും ഞാൻ നിങ്ങളുടെ ചോദിച്ചപ്പോൾ അങ്ങനെ പറയാം. ഞാൻ ഉണ്ടല്ലേ? ഇല്ലല്ലേ, അറിയില്ലല്ലേ. അള്ളാഹ് നമ്മളെ സ്വീകരിക്കുമാറട്ടെ. പറയാല്ല, കുഴപ്പമില്ല. പറയുന്നുണ്ട്, കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, അള്ളാഹു തആല സ്വീകരിക്കട്ടെ. നിങ്ങളപ്പോൾ സൂക്ഷിക്കാം. അതിൻ്റെ ഏറ്റവും നല്ല റാണി ആരാ? സയ്യിദത്തുൻ നിസാ ബീബി ആയിഷ. പറയും ബാപ്പമാർ, നിങ്ങളുടെ ഉമ്മമാരെ പേരല്ല, ഭാര്യമാരെ പേരല്ല, അത് വേറെ. ഇത് ബഹുമാനപ്പെട്ട ബീബി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ആ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് കടന്നു വരുന്നത് ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. പടച്ചവനേ, അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തതെന്താ? എന്റെ വലതു ഭാഗത്തിരിക്കുന്ന പെങ്ങളെ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടില്ല. എന്താണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചെയ്തതെന്നറിയോ? വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോയിട്ട് പെട്ടെന്ന് വെളിയിൽ വന്നു. എന്നിട്ട് വീടിന്റെ വാതിലിൽ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നപ്പോൾ ആ കരങ്ങളിൽ പിടിച്ചിട്ട് വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, എന്തൊക്കെയാ റസൂലേ വിശേഷം എന്ന് പറഞ്ഞിട്ട് പുണ്യനബിയോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയാ, അല്ലാഹുവിന്റെ റസൂലേ, വേറെ വല്ലതും പറയാനുണ്ടോ? ഇല്ല ആയിഷ. അപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഫമസഹ ബിയദിഹി അലാ ബത്നിഹി മിമ്മാ അറാബിഹി മിനൽ ജൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ വയറ്റത്ത് കൈവച്ചുകൊണ്ട് തടവുകയാണ്. എന്തിനാണ് എന്റെ പെങ്ങളെ തടയുമെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വയറുവേദന എടുത്തിട്ടില്ല. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നിട്ട്, പടച്ചവനെ, ഒന്നും കൊടുക്കാനില്ലല്ലോ, വിശപ്പിന് കൊടുക്കാനൊന്നുമില്ല. ഒരുപാട് ദിവസങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ ഉള്ളിൽ പട്ടിണി കിടന്ന പെണ്ണാട്. വിഷമങ്ങൾ സഹിച്ചു പോയ പൊന്മുത്ത അവിടെ വെച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, യാ റസൂലല്ലാഹ്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നറിയോ? എനിക്കറിയാം അവിടുന്ന് വിഷമാണ് വന്നതെന്നറിയോ, അവിടുന്ന് ദാഹിച്ചാണ് വന്നതെന്നറിയോ. പക്ഷേ എത്രയോ ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പട്ടിണിയായിരുന്നു നബിയേ. ഒന്നും പറഞ്ഞിട്ടില്ല, വിശപ്പാണെന്ന് പറഞ്ഞിട്ടില്ല, പട്ടിണിയാണെന്ന് പറഞ്ഞിട്ടില്ല, ദിവസങ്ങൾ കഴിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ടില്ല. എനിക്കറിയാം എന്റെ റസൂലുള്ളാന്റെ വരവറിയോ, എന്റെ റസൂലുള്ളാന്റെ ചിലവറിയോ. പിന്നെങ്ങനാ ഈ ആയിഷ പറയുന്നത് നബിയേ? പെങ്ങളെ പഠിക്കണം, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ പറ്റിയിട്ട് പഠിക്കണം. അല്ലാതെ ഇപ്പോൾ ദീപ്തിയൊക്കെ പഠിച്ചാൽ മാത്രം പോരാ. പല സഹോദരിമാരെ പറ്റി അല്ലെങ്കിൽ എല്ലാ സീരിയൽ നടിമാരുടെ കഥകളും അറിയാം, അതുമാത്രം പഠിച്ചാൽ പോരാ. നമ്മുടെ മനസ്സിനുള്ളിൽ കൊണ്ടുവരണം, കുടിയിരുത്തണം. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ, അവരൊക്കെ പറയും പാപ്പ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അവർ ചെയ്ത കണ്ടോ? ഒരുപാട് വിശപ്പ് സഹിച്ചു. നിങ്ങൾ അങ്ങനെ വിശപ്പ് സഹിക്കാമെന്ന് ഞാൻ പറയണില്ല. കഴിവതും അധികം ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക. നിങ്ങൾ അങ്ങനെ ഭർത്താവിൻ്റെ വരവും ചെലവും അനുസരിച്ച് മുന്നോട്ട് പോയാൽ അത് ഹബീബിന് ഇഷ്ടമാണ്. അങ്ങനെയുള്ളൊരു ജീവിതം, അങ്ങനെയുള്ളൊരു പെണ്ണിനെയാണ് നീ കല്യാണം കഴിക്കേണ്ടുന്നത്. ഉബൈദ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയിപ്പോൾ അത് നോക്കി പോകാനുള്ള സമയമില്ലല്ലോ നമുക്ക്. ഏതായാലും അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പഠിക്കാൻ സമയമില്ല. തൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്ന ഒരു പെണ്ണായി മാറുക, തൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്ന ഒരു പെണ്ണായിട്ട് മാറുക എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട്, പടച്ചോനെ പഹയൻ എന്താ റബ്ബെ പറയാൻ പോകുന്നത്? ഞാൻ അങ്ങോട്ട് കീറി മുറിച്ചെന്ന് ഞാൻ പറയണില്ല. ഞാൻ പറയും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ചെറിയൊരു കഥയും അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു തരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനുകളെ സൂക്ഷിക്കണം ഇല്ലേ. വിദേശത്തൊക്കെ പോകും. അപ്പോൾ ചില ആളുകൾ പറയാം അത് വിദേശത്തൊക്കെ പോകണ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് ഉസ്താദ് വാള് പറയണത് ആഗ്രഹങ്ങൾ. ഞാൻ അതൊന്നും അല്ല പറയാം, പക്ഷെ അതറിയണം അല്ലേ. പണ്ട് എസ് എ ജമീലൊക്കെ പാടി പാട്ടൊക്കെ അതൊക്കെ അത് സത്യം പറഞ്ഞാൽ ആ പാട്ടിന് നമ്മൾ അവാർഡ് ഇഷ്ടം പോലെ കൊടുക്കണം, ഇന്നും കൊടുക്കണം. അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അർത്ഥം അതെന്ന് വെച്ചാൽ ഒരു കണക്കിന് നോക്കുമ്പോൾ കിതാബുകളിലൊക്കെ പറഞ്ഞ മാതിരി അതൊരു പാട്ടാണെങ്കിലും നമ്മുടെ കിതാബുകളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അത് വളരെ കറക്റ്റായിട്ടുള്ള പോയിന്റുകളാണ് അതിനകത്തുള്ളത് ഇല്ലേ. പെണ്ണിൻ്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ്, പൊന്നൻ അവനാണ് അവളുടെ തെറ്റിൻ്റെ കർത്താവ്, അവസരമാണാവശ്യത്തിൻ്റെ മാതാവ്, അതിരിടം കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ്. ഇവിടെ ഇല്ലട്ടോ, നിങ്ങളെപ്പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ കൊല്ലം ജില്ലയിലൊക്കെ ചില ആൾക്കാരുണ്ട് അതിനെപ്പറ്റി പറയാം. ഞാൻ കീറി മുറിക്കണില്ല ഇല്ലേ. നമ്മളിങ്ങനെ പറയുമ്പോഴത്തേന് പറയും നിനക്കെന്താ ഒരു കൊല്ലം സഹിച്ചാൽ ക്ഷമിച്ചാൽ 2 കൊല്ലം നിനക്കെന്താ വീട്ടിൽ നിന്നൂടെ, നിനക്കെന്താ ഇത്ര വലിയൊരു പിന്നെ ഇത് കുഴപ്പം അസുഖം എന്താ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇല്ലേ. അതിന് മറുപടി പെണ്ണിൻ്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ്, പൊന്നൻ അവനാണ് അവളുടെ തെറ്റിൻ്റെ കർത്താവ്, അവസരമാണാവശ്യത്തിൻ്റെ മാതാവ്, അതിരിടം കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ്. അപ്പൊ പെണ്ണ് പറയും മലക്കല്ല മലക്കല്ല പെണ്ണെന്നത് വല്ലാത്തൊരു വാക്കാണ്, മനസ്സിൽ വെടിവെച്ചൊരിരട്ടക്കുഴൽ തോക്കാണ്, മാനാഭിമാനമുള്ള പുരുഷന്റെ നേക്കാണ്, മറുപടി പറയാനായി കഴിയുന്നത് മാർക്കാണ്. ഒരുപാട് അർത്ഥം അതിനകത്തുണ്ട്, ഒരുപാട് അർത്ഥങ്ങൾ. ഏതായാലും അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ അള്ളാഹു തആല ബറക്കത്ത് നൽകട്ടെ. ഉറക്കെ പറഞ്ഞോളി, സദസ്സ് പോരിച്ചുള്ളതാ. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. പെങ്ങളെ അറിയണം, നമ്മൾ അറിയണം ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ. ആരാണ് അതിൻ്റെ ഏറ്റവും വലിയ തോഴി? ബഹുമാനപ്പെട്ട സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ റളിയല്ലാഹുവിന്റെ 2 ചരിത്രം പറയും ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കും. ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ സുബ്ഹാനല്ലാഹ് വീട്ടിന്റെ ഉള്ളിൽ എങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഇവിടെ ലോകത്തിന്റെ രാജകുമാരന്റെ വീട്ടിലാണ് കല്യാണം കഴിഞ്ഞു. സന്തോഷത്തോടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും കഴിയുകയാ. എവിടെ? റസൂലുള്ളാഹിന്റെ വീട്ടിലാ. രണ്ടുപേരും മുത്തുനബിയുടെ വീട്ടിൽ. ശ്രദ്ധിച്ച് കേട്ടോളി, നല്ല കഥയാണ്. 2 പേരും മുസ്തഫ നബി തങ്ങളുടെ വീട്ടിലാണ്. അപ്പൊ അലിയാർ ഇങ്ങനെ ഫാത്തിമാനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, എന്താ നിങ്ങൾ വിളിച്ച്? പിന്നെ എന്തിനാ നമ്മൾ അള്ളാൻ്റെ ഹബീബിനെ ബുദ്ധിമുട്ടിക്കും? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് മാറാം. അള്ളാൻ്റെ ഹബീബ് വല്ലാതെ വിഷമിക്കുന്നുണ്ട്, അവർ തന്നെ പല ദിവസങ്ങളും പട്ടിണിയില്ല. എന്തിനാ നമ്മൾ അവരെ കൂടെ ബുദ്ധിമുട്ടിപ്പിക്കുക? അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് മാറാം എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അലിയാർ പറയുമ്പോഴെന്റെ ഇന്നിവിടെ കടന്നിരിക്കുന്ന പെങ്ങളെ, ഒരു ഫാത്തിമയായിട്ടില്ലെങ്കിൽ ആ ഒരു ഫാത്തിമയുടെ വാക്കെങ്കിലും പഠിക്കാ. എന്റെ പെങ്ങളെ, നമ്മളെന്ന് മനസ്സ് കൊടുക്കുക. പടച്ചവനെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വരൂലെന്നല്ല. പെങ്ങളെ, ഉമ്മയുടെ ബാപ്പയുടെ വീട്ടിൽ പോയി ഇനി ഞാൻ വരില്ല, 10 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നല്ല അവിടെ പറഞ്ഞത്. ശരി, നിങ്ങൾ എന്താണോ പറയുന്നത് ആ പറഞ്ഞത് ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കടന്നു പോവുകയാ. അലിയാർ തങ്ങളുടെ വീട്ടിൽ പോവുകയാണ്. അവിടെ സമാധാനമുണ്ട്. പക്ഷേ പല ദിവസങ്ങളിലും പട്ടിണിയാ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അവിടെ വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, എന്നിട്ടും തന്റെ ഭർത്താവിനോട് പരിവട്ടം പറഞ്ഞിട്ടില്ല. അലിയാർ തങ്ങൾ ഫാത്തിമാന്റെ ചാര വന്നു. ആദ്യം മുത്തുനബിയുടെ വീട്ടിലായിരുന്നു, 2ാമത് അലിയുടെ വീട്ടിൽ പോയി. അവിടെയും വിഷമം, എല്ലാവരും പട്ടിണി. അവസാനം അലിയാർ വിളിച്ചിട്ട് ഫാത്തിമയോട് പറഞ്ഞു, മോളെ ഫാത്തിമ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്നൊന്ന് മാറാം, നമുക്ക് അവിടെ നിൽക്കാൻ വയ്യ, ഇവിടെ നിന്ന് മാറാം. കാരണം ഇവിടെയും പട്ടിണിയല്ലേ, നമുക്ക് സ്വന്തമായി ഒരു വീടെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറാം. അപ്പോൾ അവിടെ നിന്ന് ഫാത്തിമ ബീവി പറഞ്ഞു, അല്ല അലിയെ, നിങ്ങൾ എന്താ പറയണത്? കാരണം നിങ്ങൾക്ക് അതിനുള്ള വരുമാനമില്ല.
അന്നന്ന് എന്തെങ്കിലും ചെയ്താൽ കിട്ടുന്നത് കൊണ്ട് കഴിഞ്ഞു പോണ കുടുംബം നമ്മുടെ പിന്നെങ്ങനെ രക്ഷപ്പെടുക, പിന്നെങ്ങനെ വീട് മേടിക്കുക? ആ സമയത്താണ് ഇവിടെ നലിയാർ പറഞ്ഞു, മോളെ ഫാത്തിമ, ലോകത്തിന്റെ രാജകുമാരനായ നബിയുന മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 2 വീടതാ അവിടെ നിന്നതാ അള്ളാന്റെ ഹബീബിന്റെ ഒരു കൂട്ടുകാരനക്ക് 2 വീടില്ലേ ഫാത്തിമ? അതിൽപ്പെട്ട ഒരു വീട് നമുക്ക് വേണ്ടി തരാൻ നീ എന്ന് റസൂലുള്ളാഹിയോട് ചെന്നിട്ട് പറയാവോ? തന്റെ ഭർത്താവിനോട് പോകൂലാന്ന് പറയാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല. അല്ലാഹുവേ, എന്റെ ഭർത്താവിന്റെ ഒരാഗ്രഹമാണല്ലോ അത് എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഓടുകയാ. യാ അല്ലാഹ്, തന്റെ പ്രിയപ്പെട്ട പുന്നാര മകളെ കണ്ടപാട് റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റുകൊണ്ട് വന്നിട്ട് കെട്ടിപ്പിടിച്ച് കവിൾത്തടത്തിലും നെറ്റിത്തടത്തിലുമായി അള്ളാഹുവിന്റെ റസൂൽ ചുടുമത്തം കൊടുക്കുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ഉപ്പയെ കണ്ടപ്പോ എന്ത് സന്തോഷമാണെന്നറിയോ? ഇവിടെ ഒരു പാഠം നമുക്ക് പഠിക്കാനുണ്ട് പെങ്ങളെ, എന്റെ പുന്നാര പെങ്ങന്മാര് പഠിച്ചുകൊള്ളുക. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കണ്ടപാട് ഒരു ഉപ്പയല്ലേ, ആ ഉപ്പ ചോദിക്കുന്ന മോളെ ഫാത്തിമ, നിന്റെ ഭർത്താവിന്റെ വീട്ടിലുള്ള ജീവിതമുണ്ടല്ലോ, അതെങ്ങനെ ഉണ്ട് ഫാത്തിമ? പടച്ചവനെ, ഒരുപാട് ദിവസം പട്ടിണി കിടന്ന, ഒരുപാട് ദിവസം നമ്പരം സഹിച്ച, ഒരുപാട് ദിവസം കണ്ണുനീര് ലഭിച്ച ഓ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാ, അൽഹംദുലില്ലാഹ്, ഉപ്പ എന്ത് സമാധാനമാ റസൂലുള്ളാഹിക്കറിയാ. ഫാത്തിമ ബീവി കരഞ്ഞതിന്റെ കണ്ണുനീരിന്റെ പാടുകളുണ്ട്, കവിൾത്തടങ്ങൾ വെട്ടിപ്പോയിട്ടുണ്ട്. പടച്ചവനെ, പൊന്നുമോളെ കണ്ണു പൊഴിഞ്ഞിട്ടുണ്ട്, വല്ലാത്ത വേദനയാണല്ലോ. അപ്പോഴും അവിടുന്ന് പ്രയാസം സഹിച്ചിട്ട് പോലും പെങ്ങളെ തന്റെ ഭർത്താവിന്റെ വീട്ടിന്റെ ഉള്ളിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടില്ല, ഭർത്താവിന്റെ വീട്ടിന്റെ ഉള്ളില് പ്രയാസങ്ങളാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല. പിന്നീട് അവിടുന്ന് പറഞ്ഞത് അൽഹംദുലില്ലാഹ്, എന്ത് സമാധാനമാണിപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, അല്ലയോ ഫാത്തിമ, എന്തിനാ പൊന്നുമോളെ നീ ഇവിടെ വന്നത്? ആ സമയത്ത് അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാ, പ്രിയപ്പെട്ട ഉപ്പ, എന്റെ ഭർത്താവിനൊരാഗ്രഹമുണ്ട് ഉപ്പോ. അവിടത്തെ പ്രിയപ്പെട്ട സ്വഹാബിയാകുന്ന ഒരു സ്വഹാബിക്ക് 2 വീടില്ല ഉപ്പോ. അതിൽപ്പെട്ട ഒരു വീട് എന്റെ ഭർത്താവിനൊന്ന് തരാന് പറയാവോ ഉപ്പോ? അവിടെ അല്ലാഹുവിന്റെ റസൂല് പറയാ, മോളെ ഫാത്തിമ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് നാണമാണ് ഫാത്തിമ. ഉപ്പ ചോദിക്കില്ല, പടച്ചവനെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് വീട്ടിലേക്ക് പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയുടെ വരവും കാത്തിരിക്കുകയാണ്. വന്നപാട് ചോദിക്കുന്ന ഫാത്തിമ, എന്ത് പറഞ്ഞു മോളെ റസൂലുള്ളാഹി തങ്ങള്? അവിടെ വെച്ചുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സൊന്ന് പൊട്ടുകയാണ്. പ്രിയപ്പെട്ട അലിയേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് ചോദിക്കാ നാണമാണെന്ന് പറഞ്ഞിരിക്കുകയാ. അല്ലാഹുവേ, സഹിക്കുവാൻ കഴിയൂരല്ലോ. പേടിക്കണ്ട ഫാത്തിമ, നീ പ്രയാസപ്പെടേണ്ട ഫാത്തിമ, നീ ദുഃഖിക്കണ്ട ഫാത്തിമ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകൻ അവിടുന്ന് സമാധാനിപ്പിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ റസൂലും സംസാരിച്ചത് വേറൊരു സ്വഹാബി കേട്ടു. ഈ സ്വഹാബി 2 വീടുള്ള സ്വഹാബിയോട് ചെന്ന കാര്യം പറഞ്ഞു. ആ സ്വഹാബിയോട് വരികയാ, ഇലാ ഹളറത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിൽ വരികയാണ്. വന്നിട്ട് പറയാ, നബിയേ, ഒരു വീട്
അവിടുന്ന് ചോദിച്ചാൽ കൊടുക്കൂല നബിയേ. അതുകൊണ്ട് പറയുക, ഫാത്തിമാക്കും അലിയാർക്കും ഞാനൊരു വീട് കൊടുത്തിരിക്കുന്നു നബിയേ എന്ന് പറയുവാനെന്ന് പറയുമ്പോ പടച്ചവനെ, ഫാത്തിമ ബീവിയുടെ ചാരത്തേക്ക് പുഞ്ചിരിയോടെ തിളങ്ങുന്ന മുഖത്തോടെ, ലംഘുന്ന ശരീരത്തോടെ, സന്തോഷത്തിന്റെ ഹൃദയത്തോടെ അല്ലാഹുവിന്റെ റസൂൽ ഓടുകയാണ്. ചെന്നിട്ട് പറയാ, മോളെ ഫാത്തിമ, ഒരു വീടവിടന്ന് കിട്ടി മോളെ. ആ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ മകളെയും മരുമകനെയും പാർപ്പിക്കുകയാണ്. പുതിയൊരു വീട്ടിലേക്കാണ് പാടുകാച്ച. ഇന്നത്തെ പോലെ പെങ്ങളെ തന്റെ ഭർത്താവിനെ കൊണ്ട് ഒരു ഫർണിച്ചർ കട മുഴുവനും പേടിപ്പിച്ചിട്ടില്ല. നിങ്ങളെ കുറ്റം പറയല്ല, നമ്മളെ കൊണ്ട് പലതും തോന്നിപ്പിക്കലാണ്. അല്ലാഹുവേ, അവിടെ നിന്നൊരു പാത്രമാണ്, അവിടെ നിന്ന് രാസാങ്കല്ലാണ്, അവിടെ നിന്നൊരു കട്ടിലാണ്, ഒരു ബെഡ്ഷീറ്റാണ് പടച്ചവനെ കൊടുത്തുവിടുന്നത്. ആ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് താമസം മാറി. അപ്പോഴും അവിടെ ഫാത്തിമ ബീവിയെ പഠിക്കണം എന്റെ പെങ്ങളെ. അവിടെ നിന്ന് ഒരേ സമയത്ത് ഫാത്തിമ ബീവി ചെയ്യുന്നു എന്തെന്നറിയോ? ഒരേ സമയത്ത് കൈകൊണ്ട് മാവ് കുഴക്കുകയാ, ഒരേ സമയത്ത് റൊട്ടി ചുടുകയാ. ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും കൊച്ചുമക്കളാണ്. ആ പ്രിയപ്പെട്ട പുന്നാര മക്കളെ തൊട്ടിലേക്കും ഇടുകയോ. എന്നിട്ട് ആ തൊട്ടിലിന്റെ വള്ളികൾ പിടിച്ചിട്ട് കയറ് പിടിച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ രണ്ട് കാലിലും കിട്ടുമ്പോ പെങ്ങളെ ഒരേ സമയത്താ ഇതൊക്കെ. ഒരേ സമയം മാവ് കുഴച്ചു, ഒരേ സമയം റൊട്ടിയിട്ടു, ഒരേ സമയം മക്കളെ താരാട്ടുപാട്ട് പാടി ഉറക്കി. ഇന്നിവിടേക്കുന്നു എന്റെ പ്രിയപ്പെട്ട കല്യാണം കഴിക്കാതിരിക്കുന്ന പൊന്നുമോളെ, കല്യാണം കഴിഞ്ഞ് പൊതുജീവിതത്തിലേക്കൊന്ന് കടന്നുപോയ എന്റെ കരളിന്റെ കഷണങ്ങളായ പെങ്ങളെ, പഠിച്ചുകൊള്ളുക. അല്ലാഹുവേ, ഇന്നതാ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോ നിങ്ങളുടെ ഉമ്മാനെ വിളിച്ചൊരു പക്ഷേ പറയും, എന്ത് ജോലിയാ പാപ്പ, എന്ത് ജോലിയാണുമ്മ? ഭർത്താവിന്റെ വീട്ടിലുള്ള ജോലി സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, എന്ത് പ്രയാസമാണുമ്മ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പെങ്ങളെ, നമുക്ക് പാഠമാരാണെന്നറിയോ? സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ. ഉറക്കെ പറയ്, ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഇല്ലേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ സഹോദരിമാര് പഠിക്കുക. വിഷമങ്ങൾ വരും. ഫാത്തിമ ബി ഒരേ സമയത്ത് ഇതൊക്കെ ചെയ്തത്. തൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹം അറിഞ്ഞു. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ പോയി പറഞ്ഞു, നബിയെ, എൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹം എനിക്കത് സാധിപ്പിച്ചു കൊടുത്തേ പറ്റും. ആരായി പോവാ? മുത്ത് നബിയെ വരച്ചു വെച്ചേക്കാണ്, മുത്ത് നബിയെ വരച്ചു വെച്ചേക്കാണ്. അള്ളാഹു അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ പവർ കൊണ്ട് അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാ ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. ഒരേ ഒരു കാര്യം പറഞ്ഞ് അവസാനത്തെ കാര്യം നമ്മൾ ദുആ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കും. 10 മിനിറ്റ് ഇൻഷാ അല്ലാ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. 10 മിനിറ്റൂടെ പറഞ്ഞൂടെ? പറയാവോ? എന്താങ്ങളൊന്നും മിണ്ടാത്തത്? പറയാം. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാ, എൻ്റെ ഉമ്മമാർക്ക് വേണ്ടി ഒരൊറ്റ കഥയും കൂടെ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കണം. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരിമാരൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ പടച്ചവനെ. ഇല്ലേ, ഹസനും ഹുസൈനും കൊച്ചുമക്കളാ അല്ലേ? ഈ കൊച്ചുമക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഉമ്മാക്ക് ഒരെണ്ണത്തിന് തന്നെ മേയ്ക്കണ പണി എത്രയാണെന്നറിയാം? ഒരെണ്ണത്തിന് തന്നെ മേയ്ക്കണ പണി അറിയല്ലേ? ഹസൻ ഹുസൈൻ മോഹസീന ഉമ്മുൽ ഖുസൈന ബന്നഞ്ച. ഒരുപാട് മഹത്വങ്ങളുള്ളവരാണ്, ഒരുപാട് പോരിഷകളുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങളൊക്കെ പറഞ്ഞാൽ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരുപാട് ഫാത്തിമമാരുടെ കഥകളുണ്ട്. ഇതേ ചരിത്രങ്ങളും അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു പെണ്ണ്, ഒരു ഉമ്മ തൻ്റെ ഭർത്താവിൻ്റെ വരവും ചെലവും അറിയണം. അവരുടെ ആഗ്രഹങ്ങൾ നമ്മളെ കൊണ്ട് പറ്റണമെങ്കിൽ അതൊക്കെ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം. മൂന്നാമതായിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അവരുടെ കണ്ണ് നിറയാതെ സൂക്ഷിക്കണം. അവരിൽ നിന്ന് കണ്ണുനീര് വരാതെ എൻ്റെ പെങ്ങളെ സൂക്ഷിക്കണം. അതിന് ഉസ്താദ് അവരിന് മനഃപൂർവ്വം കരഞ്ഞോട്ടെ, എന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ കാരണം അവർ കരയരുത്, നമ്മുടെ പ്രവൃത്തി കാരണം അവർ കരയരുത്. ദുനിയാവിൻ്റെ പുറത്ത് കുടുംബവുമായിട്ട് കഴിഞ്ഞു കൂടുമ്പോൾ
നിങ്ങൾ പറയും ഉസ്താദ് എന്തിനാ ഇതൊക്കെ പറയുന്നത്, നിങ്ങൾ ആകപ്പാട് എത്തിപ്പോരല്ലേ, പിന്നെ ഇതൊക്കെ പറയുന്നത് ചിന്തിക്കുന്നുണ്ടാവും. എന്നാലും പറയാൻ അള്ളാഹിൻ്റെ ദീൻ്റെ സദസ്സല്ലേ, അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, തൻ്റെ ഭർത്താവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതെ സൂക്ഷിക്കണം. ഒരൊറ്റ കഥ നമ്മളൊക്കെ ഒരുപാട് വാദകളിൽ കേട്ടുപോയതാണെങ്കിലും ഇന്ന് ഈ സദസ്സ് പിരിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ചേഞ്ച് വരട്ടെ പെങ്ങളെ, ഒരു മാറ്റം വരട്ടെ. നമുക്ക് തന്നെ അറിയാം, ബഹുമാനപ്പെട്ട ഇതേ കഥാപാത്രങ്ങൾ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദത്തുൻ നിസാ ബീബി ഫാത്തിമ. നിങ്ങൾ ഇനിയൊന്ന് ഉഷാറാവണേ. കഴിഞ്ഞു ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ. വലിയ സന്തോഷമായി അവസാനം വരെ നിങ്ങളുടെ ഈ ഉള്ള ഒരു ഇരുത്തം. പടച്ചവനെ, ഞങ്ങളെ സ്വർഗത്തിൽ സന്തോഷകരമായി ഇങ്ങനെ ഇരിക്കാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കൊക്കെ നീ എത്തിച്ചേരണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളാരെയും നിൻ്റെ നരകത്തിൻ്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാഹ്. എന്നാൽ പോയി നരകത്തിലേക്ക് പോയി കഴിഞ്ഞ പിന്നൊക്കെ പോയി, എല്ലാം പെട്ടു. സഹാബത്തൊക്കെ വല്ലാതെ കരഞ്ഞു പോയിട്ടുണ്ട്, നരകത്തെ പറ്റിയൊക്കെ ഓർത്തിട്ട് ചിന്തിച്ചിട്ട് വല്ലാതെ കരഞ്ഞു പോയി. എന്തൊക്കെയല്ലേ, ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്വാഗീന മാബാ ലാബിസീന ഫീഹാ അഹ്ഖാബാ ലാ യദൂഖൂന ഫീഹാ ബർദാ വലാ ശറാബാ ഇല്ലാ ഹമീമാ وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا. നരകത്തിൻ്റെ ആയത്തുകൾ ഓതി കരഞ്ഞിട്ടുണ്ട് മഹാരഥന്മാർ. നരകത്തിൻ്റെ ശിക്ഷ ഓർത്തിട്ട് പെങ്ങളെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അവിടത്തേക്ക് പോകേണ്ട വരും. അള്ളാഹുവിൻ്റെ സഹോദരിമാരെ അള്ളാഹു തല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേ പാത്രങ്ങൾ, ഇതേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു വേള വീട്ടിൻ്റെ വാതിൽ പടിയിൽ ഇങ്ങനെ നിൽക്കാൻ, ഇനി ആരും എഴുന്നേക്കല്ലേ, ഇൻഷാ അല്ലാഹ് കഴിഞ്ഞു. വീട്ടിൻ്റെ വാതിൽ പടിയിൽ നിൽക്കാൻ ആ സമയത്ത് അലിയാർ തങ്ങൾ ഇങ്ങനെ കരഞ്ഞിട്ട് വരുന്നുണ്ട്, കണ്ണുനീരിങ്ങനെ ഒലിക്കുന്നുണ്ട്. ഫാത്തിമ ബീവി എന്ന് വെച്ചാൽ അലിയാർ തങ്ങൾ വരുന്നൊരു സമയമൊക്കെ ഏകദേശം അറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ നോക്കും തൻ്റെ ഭർത്താവ് വരുന്നു. ഇന്നിപ്പോൾ നമ്മളെന്താ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചൊരു പാത്രത്തിൽ കൊണ്ടുവന്ന് സെറ്റപ്പായി കൊണ്ടുവച്ച് അടച്ച് വെക്കും. എന്നിട്ട് ഇവിടെ എഴുതിയും കൂടെ വെച്ചേക്കും, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളി, ഞാൻ സീരിയലിൻ്റെ മുമ്പിൽ എപ്പോഴും എനിക്ക് വരാൻ പറ്റൂല. ഇവിടെ അങ്ങനെയില്ല, ചില നാടുകളിലൊക്കെ അങ്ങനെ ഉണ്ട്. എന്നാൽ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അവിടെ നിന്ന് ഫാത്തിമ കാത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നുണ്ട് അലിയാർ തങ്ങൾ. നല്ല കറുകറുപ്പല്ലേ, കറുത്തിട്ട് ഇങ്ങനെ ഉള്ള മനുഷ്യൻ്റെ കവിൾത്തടത്തിലൂടെ ഇങ്ങനെ കണ്ണീരിങ്ങനെ വരുന്നുണ്ട്. തൻ്റെ ഭർത്താവ് ഒരു മോശപ്പെട്ടവനാണെന്നല്ല പറഞ്ഞത്, അള്ളാഹിൻ്റെ ഹബീബോടെ നിന്ന് കല്യാണം കഴിച്ചു കൊടുത്ത് നിക്കാഹ് ചെയ്തു കൊടുത്ത് സുന്ദരമായ ജീവിതം കൊണ്ടുപോയവർ. അല്ലാതെ മസിൽ കുറഞ്ഞെന്നും പറഞ്ഞിട്ട് ഭർത്താവിനെ കുറ്റം പറഞ്ഞിട്ടില്ല, ഭർത്താവ് അവിടെ നിന്ന് മെലിഞ്ഞു പോയെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ ഭർത്താവിൻ്റെ മീശയ്ക്ക് ഇപ്പോൾ കട്ടി കുറവാണ് എന്ന് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് അള്ളാഹിൻ്റെ ഹബീബ് ഉപ്പ ഏൽപ്പിച്ചു കൊടുത്ത നിക്കാഹാണ്, സന്തോഷിച്ചു. അങ്ങനെ ചോദിച്ചു, അല്ല അലിയെ, നിങ്ങൾ എന്തിനാ കരയുന്നത്? ആ സമയത്ത് അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് വലിയാര് പറയാ, മോളെ ഫാത്തിമ ഒരു സ്വഹാബിയുടെ വീട്ടിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ കടന്നുപോയി. ഫാത്തിമ പോലെ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോ ആ സ്വഹാബിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു പോയി. ഫാത്തിമ, എന്തുകൊണ്ടാ നമ്മുടെ ഈ ചെറ്റക്കൂറിലേക്ക് റസൂലുള്ളാഹിയും സ്വഹാബത്തിനെയും ഒന്ന് വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ, വിരുന്നിന് വിളിക്കാൻ കഴിയാത്തത്? ആ റസൂലുള്ളാഹിന്റെ ഒരു ദുആയെ എന്തുകൊണ്ടാ നമ്മുടെ ഈ ചെറ്റക്കൂറിൽ വെച്ചിട്ട് ആ റസൂലുള്ളാഹിന്റെ ദുആ ഒന്ന് കിട്ടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോഴാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വിടന്ന് പറയാ, പ്രിയപ്പെട്ട എന്റേതായിട്ടുള്ള പ്രിയപ്പെട്ട അലിയേ, നിങ്ങൾ കരയണ്ട, നിങ്ങൾ കടന്നു പോയിട്ട് ലോകത്തിന്റെ രാജകുമാരനെ വിരുന്നിന് വിളിക്കുക, സ്വഹാബത്തിനെയും വിരുന്നിന് വിളിക്കുക. അല്ലാഹുവേ, എന്തോരു വേദനയാ, എന്തോരു ബുദ്ധിമുട്ടാണ്. ഫാത്തിമയോട് ചോദിക്കുന്നു, ഫാത്തിമ മോളെ
ഫാത്തിമ, മോളെ ഫാത്തിമ, എന്തേ നീ ഇങ്ങനെ പറയുന്നത് ഫാത്തിമ? ഇവിടെ വീട്ടിന്റെ ഉള്ളിൽ ഒന്നും തന്നെ നമുക്ക് പോലും കഴിക്കാനില്ലാതെ പോകുമ്പോ എന്തിനാണ് ഫാത്തിമ അല്ലാഹുവിന്റെ റസൂലിനെയും സ്വഹാബത്തിനെയും വിളിച്ചിട്ട് കളിയാക്കണോ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറയുന്നു, അല്ല അലിയെ കടന്നു പോവുക, പോയിട്ട് അവിടെന്ന് വിളിക്കുക, റസൂലുള്ളാഹിന്റെ പൊന്നുമോളല്ലേ പറയുന്നത്, കടന്നു പൊക്കോ എന്നവിടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെന്നിട്ട് അലിയാര് പറയാ, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, നാളെ എന്റെ വീട്ടിലേക്കൊന്ന് വിരുന്നിന് വരാവോ? അവിടത്തെ സ്വഹാബത്തിനെയും കൂട്ടിയിട്ടൊന്ന് കടന്നു വരാവോ? പടച്ചവനെ അവിടെന്നതാ കടന്നു വരാമെന്ന് കേൾക്കുമ്പോ അലിയാലങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വരികയാണ്. വന്നിട്ട് പറയാ, പ്രിയപ്പെട്ട ഫാത്തിമ, നമ്മളവരെ കളിയാക്കുന്നവരാകുവോ? ഫാത്തിമ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് സ്വഹാബത്തിനെ വിളിച്ചിട്ട് ഒന്നും കൊടുക്കാതെ കളിയാക്കിയിട്ട് പറഞ്ഞു വിടുന്നവരാകുവോ? ആ സമയത്ത് ഫാത്തിമ ബീവി പറയാ, പേടിക്കണ്ട, ആ കാണുന്ന പാത്രമെടുക്കലിയേ, അതിന് തീ കൊടുത്തലിയേ, അതിനകത്ത് വെള്ളം നിറക്കലിയേ എന്ന് പറയുമ്പോ അതുപോലെ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലിയാതങ്ങൾ ഫാത്തിമയോട് വന്നിട്ട് പറയാ, ഫാത്തിമ, ഒരു ഗോതമ്പിന്റെ തരി പോലും അതിന്റെ ഉള്ളിലിട്ടിട്ടില്ലേ ഫാത്തിമ? പിന്നെങ്ങനാണ് മോളെ നമ്മളവരൊക്കെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അലിയാറ് കണ്ണുകൾ നിറഞ്ഞു വീഴുമ്പോ ആ കറുത്ത ശരീരത്തെ വെളുത്തു കൊടുത്ത കരങ്ങൾ വെച്ച് കണ്ണുനീര് തുടച്ചിട്ട് പറയാ, കരയല്ല അലിയേ, നിങ്ങൾ കരയല്ല, നിങ്ങൾ വേദനിക്കല്ല, നിങ്ങൾ പ്രയാസപ്പെടല്ല, നിങ്ങൾ എവിടെ ഇരുന്നോ, അല്ലാഹുവിന്റെ റസൂൽ വരട്ടെ, സ്വഹാബത്ത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാതോർത്തുകൊണ്ട് കാത്തിരിക്കുമ്പോ പടച്ചവനേ അതാ കടന്നു വരികയാണ് കരളിന്റെ കരളായ നബിയുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിച്ചുകൊള്ളുക, പടച്ചവനെ വേദനയോടെ നമ്പറത്തോടെ അറിയാതിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിരുത്തുകയാ, പ്രിയപ്പെട്ട സ്വഹാബത്തിനെ വിളിച്ചിരുത്തുകയാണ്. ഫാത്തിമയോട് ചെന്നിട്ട് പറയുന്നു, മോളെ, അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും വന്നിട്ടില്ലേ, പേടിക്കണ്ടാലിയേ, കടന്നു പൊക്കോ, ആ പാത്രത്തിന്റെ അടപ്പ് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് എടുക്കുവോ അലിയേ എന്ന് പറഞ്ഞുകൊണ്ട് അലിയാർദങ്ങളോട് പറയുമ്പോ അലിയാർദങ്ങൾ കടന്നു ചെന്നുകൊണ്ട് ആ പാത്രമെടുക്കുമ്പോ അല്ലാഹുവേ, അതിനകത്ത് ആഹാരം തിളച്ചു മറിയ എല്ലാവർക്കും അലിയാറ് വാരിക്കോരി കൊടുക്കുകയാണ്. ഓടിച്ചെന്നിട്ട് റസൂലുള്ളാഹിയോട് പറയാ, യാ റസൂലല്ലാഹ്, അവിടത്തെയുടെ പൊന്നുമോള് സ്വർഗത്തിന്റെ രാജ്ഞിയാണ് നബിയേ, സ്വർഗത്തിന്റെ റാണിയാണ് നബിയേ. എന്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് വന്നപ്പോ ആ കണ്ണുനീരിനെ മാറ്റിയത് എന്റെ പ്രിയപ്പെട്ട ഫാത്തിമയാണ് നബിയേ. എന്റെ പെങ്ങളെ, അത്രയും നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും പടച്ചവനെ നല്ലവരെ മനസ്സ് കൊടുത്തൂടെ, നല്ലവരെ സന്തോഷം കൊടുത്തൂടെ, ഭർത്താവിനോട് അല്പമെങ്കിലും എന്ന നീതിയും ക്ഷമയും കാണിച്ചൂടെ, എങ്കിലല്ലേ ജീവിതം മെച്ചപ്പെടുകയുള്ളൂ. അവസാനമായിട്ട് അവിടുന്ന് ബഹുമാനപ്പെട്ട സ്വഹാബി അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, അവസാനം അല്ലാഹുവിന്റെ റസൂൽ അവിടെ കിടന്നിട്ട് ചിരിക്കണോ, മുത്തുനബിയുടെ കണ്ണുനീര് വരാതിരിക്കണോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ കവിൾത്തടങ്ങൾ നിറയാതിരിക്കണോ, നിങ്ങളെ ഓർത്തിട്ട് വിഷമിക്കാതിരിക്കണോ? അവസാനം നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു ഒരേ ഒരു കാര്യം, ഇത് പറയുമ്പോ നിങ്ങൾ എഴുന്നേറ്റ് പോകുവാനല്ല, ഇത് പറയുമ്പോ നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും മനസ്സുകൊണ്ട് വെറുപ്പ് വെക്കാനല്ല. യാ അല്ലാഹ്,
മണ്ണിൽ വീണ് കിടക്കുന്നവരെ സഹായിക്കലാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. വിഷമത്തിൽ കഴിയുന്നവന്റെ കണ്ണുനീരപ്പല. നമ്മളറിയാ, നമ്മുടെ വീടിന്റെ ചാരത്ത് ഏതെങ്കിലും ഒരു അനാഥക്കുട്ടി കരഞ്ഞു പോയാൽ, ബാപ്പാ നിങ്ങൾ അവരെ നോക്കിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ അവരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ വിഷമമാണ്. അതുകൊണ്ടല്ലേ മൂസാ നബി അലൈഹിസ്സലാം, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപ്പ യാക്കൂബ് നബിന്റെ കണ്ണിന്റെ കാഴ്ച പോയപ്പോ, അവിടെ നിന്ന് മുതുകു വളഞ്ഞപ്പോ ജിബ്രീൽ ചോദിച്ചില്ല, നബിയേ എങ്ങനാ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയത്? നബിയേ എങ്ങനാ നിങ്ങളുടെ മുതുകു വളഞ്ഞത്? ജിബ്രീൽ എന്റെ മകൻ യൂസുഫിനെ പറ്റി ഓർത്തപ്പോ കണ്ണിന്റെ കാഴ്ച പോയതാ, എന്റെ മകൻ ബിന്യാമീനെ പറ്റി ഓർത്തപ്പോ എന്റെ കണ്ണിന്റെ പിന്നെ എന്റെ മുതുകം വളഞ്ഞു പോയതാണ് എന്ന് പറയുമ്പോ ജിബ്രീൽ പറഞ്ഞല്ല നബിയേ, അതുകൊണ്ടല്ല നബിയേ, നിങ്ങളുടെ വീടിന്റെ ചാരത്തുകൂടെ ബാപ്പയില്ലാത്ത ഒരു കുട്ടി കടന്നു പോയിട്ട്, ഒരു അനാഥ കുട്ടി കടന്നു പോയിട്ട് ആ പാവപ്പെട്ട കുട്ടിയെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് പടച്ചവൻ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പരീക്ഷണം തന്നതെന്ന് ഒരു നബിയോട് പോലും മലക്ക് ജിബ്രീൽ വന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ബാപ്പ ഇന്നിവിടെ പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു മനസ്സൊന്ന് സന്തോഷിപ്പിച്ചിട്ട് പോകാൻ നിങ്ങളുണ്ടോ? അതുകൊണ്ട് ഞാൻ ലക്ഷങ്ങൾ ചോദിക്കില്ല. ഈ പരിപാടിയുടെ ബാക്കി വരുന്നത് സാധുക്കളെ സഹായിക്കാനോ, പാവപ്പെട്ടവരുടെ കണ്ണുനീര് മാറ്റാനോ, ഇത്രയും നേരം എന്നോടൊപ്പം ഇരുന്നെന്ന് സഹായിച്ചു പോയ എന്റെ ഉപ്പയോട് ചോദിക്കാ, എന്റെ ഉമ്മയോട് ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമായ സദസ്സിന്റെ ഉള്ളില് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു ചെറിയൊരു സംഖ്യ പറയാ. അല്ലാഹു എല്ലാവരും ഇന്ന് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ളവരല്ല, ഒരുപാട് പ്രയാസങ്ങളുള്ളവരാ, ഒരുപാട് നൊമ്പരങ്ങളുള്ളവരാ, ഒരുപാട് കണ്ണുനീരുള്ളവരാ. ഈ സദസ്സിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങളിവിടെ ഒരുപാട് സഹോദരന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. എന്നാലും 10,000 5,000 ഒന്നും ഞാൻ ചോദിക്കൂല. നാളെയും മറ്റന്നാളും നമുക്കിവിടെ പ്രഭാഷണമുള്ളതാ. ആ ഉസ്താദുമാരൊക്കെ നിങ്ങളോട് നല്ല കോലത്തിൽ ചോദിക്കുന്നു. എന്നാലും ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചെറിയ ഒരു ഹദിയ, ഇന്ന് പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗള ഒന്ന് പ്രകാശിച്ച് സന്തോഷിക്കണ്ടേ? ഞാൻ കാരണം എന്റെ റസൂലുള്ളാഹി ചിരിക്കട്ടെ, ഞാൻ കാരണം എന്റെ ഹബീബിന്റെ മദീന ഒന്ന് സന്തോഷപൂരിതമാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ എല്ലാവരും ഇൻഷാ അല്ലാഹ് നിങ്ങൾ സാമ്പത്തികമായി ഒരുപാട് ചെയ്യാനല്ല പറയുന്നത്. ഞാൻ പറയും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു 2001 രൂപ എല്ലാവർക്കും പറയാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ തന്നെ കൊടുക്കുവാനല്ല, പടച്ചവനെ കിട്ടുമ്പോൾ കൊടുക്കുമെന്ന് പറഞ്ഞ് ആദ്യം ഒരു 20 സഹോദരങ്ങൾ, 20 ഭാഗ്യവാന്മാർ എനിക്ക് നാളെ മദീനയിലെത്തണം. എന്റെ ഉപ്പമാരുടെ ഭാഗത്തും ഒരു 20 സഹോദരങ്ങൾ നിറഞ്ഞ മനസ്സോടെ ആദ്യം അല്ലാഹുവേ എഴുന്നേൽക്കുന്നവരാരാ? പടച്ചവനെ നീ അവരെ കബൂലാക്കണം അല്ലാ. പടച്ചവനെ രോഗമുള്ളവരാണോ? ഈ 2000 രൂപക്ക് പകരം അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം കൊടുക്കണം അല്ലാ. ഇന്നല്ലാഹുവേ റസൂലുള്ളാഹിന്റെ റൗളയിലെത്തണമെന്നുള്ള ചിന്തയോട് പുണ്യ കഅബാലയത്തിന്റെ കില്ല പിടിക്കണമെന്ന് ആശിച്ചുകൊണ്ട് 21 സഹോദരങ്ങൾ ആദ്യം ആരാ റബ്ബേ? നമ്മുടെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ സമ്പത്തുണ്ടെന്ന് നോക്കിയിട്ടില്ല, നിറഞ്ഞ മനസ്സോടെ എഴുന്നേൽക്കുന്നവരാരാ? അവരെ നീ സ്വീകരിക്കണേ അല്ലാ. എന്റെ ഉമ്മമാരുടെ കൂട്ടത്തിൽ 20 സഹോദരിമാരാരാ? അവരെ നീ സ്വീകരിക്കണേ അല്ലാ, അവരെ നീ കബൂലാക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണമല്ലോ, ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ. കണ്ണുനീരും കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നീ കൊടുക്കല്ലേ അല്ലാ.